السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്താണ്. അതിനു മുമ്പ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഉളുവിൻ്റെ ആയത്ത് പറഞ്ഞപ്പോൾ ഇമാം സഅദി റഹിമഹുള്ളയുടെ അഭിപ്രായം തയമ്മുമിൻ്റെ വിഷയത്തിൽ മുട്ടുൾപ്പെടെ തടവണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇമാം സഅദി റഹിമഹുള്ള കൈപ്പത്തിയുടെ മുകളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷാഫി മദ്ഹബിലെ എല്ലാം ചില പണ്ഡിതന്മാരാണ് മുട്ടുൾപ്പെടെ എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകൾ മാത്രം നമ്മൾ വിശദീകരിക്കുമ്പോൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മുമ്പ് 1-2 തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക. ഏതു തരത്തിൽ? നീതിപൂർവം സാക്ഷ്യം നിൽക്കുന്ന ആളുകളായിക്കൊണ്ട്. മുമ്പ് ചില ആയത്തുകളിൽ ഇതേ ആശയം യാ അയ്യുഹല്ലദീന ആമനു എന്നുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നീതിപൂർവം സാക്ഷ്യത്തിന് നിലകൊള്ളണം എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം ഈമാനിൻ്റെ ആളുകൾ പാലിക്കേണ്ട, അവർ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഹിറായിട്ടും ബാത്തിനായിട്ടും എല്ലാം നീതിപൂർവം നിലകൊള്ളുക എന്നുള്ളത്. ഏത് വിഷയമാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹക്കിൻ്റെ ഭാഗത്ത് നിലകൊള്ളുക എന്നുള്ളത്. ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നീതിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഹക്കിനെതിരായ ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആരാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ചില ആയത്തുകൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നമ്മൾ തന്നെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ആരാണെങ്കിലും ഹക്കിൻ്റെ ഭാഗത്തായിരിക്കണം, നീതിപൂർവമായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ. ഒരു വിഭാഗത്തിനോടുള്ള നിങ്ങളുടെ അമർഷം, ഒരു വിഭാഗത്തിനോട് നിങ്ങൾക്കുണ്ടാകുന്ന അമർഷം, അത് എന്തിലേക്ക് നയിക്കരുത്? അലാ അല്ലാ തഅദിലൂ, നീതി കാണിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കരുത്. ഉദാഹരണത്തിന് ഒരു കാഫിറും ഒരു മുസ്ലിമും അല്ലെങ്കിൽ ഒരു മുനാഫിഖും ഒരു മുസ്ലിമും തമ്മിൽ ഒരു വിഷയമുണ്ടായി. അതിൽ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നാണ് ദുൽമുണ്ടായിട്ടുള്ളത്, അഥവാ കാഫിറിന്റെ ഭാഗത്താണ് ഹക്ക്. ഭൗതികമായ എന്തെങ്കിലും ഒരു വിഷയം, ഒരു കച്ചവടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി വിചാരിക്കാം. അപ്പൊ നമ്മളതിൽ സാക്ഷിയാണെന്ന് വിചാരിക്കാം, നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും കുഫറിനോടും നിഫാഖിനോടും നമുക്ക് എന്തുണ്ടാകും? ഒരു ബറാഅത്തുണ്ടാവും, ഒരു അമർഷം ഉണ്ടാകും. പക്ഷെ അതിൻ്റെ പേരിൽ ഒരിക്കലും ഹക്കിനെതിരായി കൊണ്ട് നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഹക്ക് ആരുടെ ഭാഗത്താണോ, അത് കാഫിറിന്റെ ഭാഗത്താണോ മുനാഫിഖിന്റെ ഭാഗത്താണോ ആരുടെ ഭാഗത്താണോ, നമ്മുടെ ശത്രുവിന്റെ ഭാഗത്താണോ, ഹക്ക് ആരുടെ ഭാഗത്താണോ അത് നമുക്ക് അറിയുമെങ്കിൽ അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ ഹക്കിന്റെ സ്ഥാനത്തായിരിക്കണം സാക്ഷ്യം വഹിക്കേണ്ടത്. അത് നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് ഇപ്പുറത്ത് എങ്കിലും നമ്മൾ ഹക്കിന്റെ ഭാഗത്താണ് നിലകൊള്ളേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചു പറയാം. അപ്പോൾ ഒരു സമൂഹത്തിനോടുള്ള മുശ്രിക്കീങ്ങളോടോ കുഫാറുകളോടോ നമുക്കുണ്ടാകുന്ന അമർഷ്യമോ അകൽച്ചയോ ഒന്നും അനീതി കാണിക്കുന്ന, നീതി ഇല്ലാത്ത അവസ്ഥയിൽ അവരോട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം മുഅ്മിനീങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു അത്രത്തോളം നീതിയെ പാലിക്കണമെന്ന് മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അള്ളാഹു പറയാണ് ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ നീതി കാണിക്കുക, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന, വിരോധനം ഒഴിവാക്കുന്ന, നാളെ പരലോകത്ത് ലക്ഷ്യം ലഭിക്കാൻ, പരലോകത്ത് വിജയിക്കാൻ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന തഖ്വയോട് അടുത്തിട്ടുള്ളത് നീതി കാണിക്കലാണ്. ഇപ്പൊ പല ആളുകളും നമ്മുടെ നാടുകളിലൊക്കെ കാണാം, അവരുടെ ഒരു കക്ഷി ഉണ്ടാവും. ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ കക്ഷികളായിട്ട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ കക്ഷിയിലെ ഒരാളും അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയിലെ ഒരാളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ മറ്റേ കക്ഷിയിലുള്ള ആളുടെ ഭാഗത്താണ് ഹക്ക് എങ്കിലും ഇയാൾ എന്ത് ചെയ്യും? നമ്മുടെ കക്ഷിയിലുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടി അയാൾക്കെതിരായി സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ ചില സമയങ്ങളിലൊക്കെ കാണാം. അങ്ങനെ ഒന്നും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഈമാനിന്റെ ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഹക്ക് എന്താണോ ആ ഹക്കിന്റെ ഭാഗത്തെ നിൽക്കാൻ പാടുകയുള്ളൂ. അതിന്റെ പേരിലാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം. ഭൗതികമായ ഒരു താല്പര്യവും അതിന്റെ പിന്നിൽ ഉണ്ടാകാതെ. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയണം വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാവുക. നീതി എന്നുള്ളത് തഖ്വയുടെ ഏറ്റവും അടുത്തതാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇപ്പൊ ദുനിയാവില് നമുക്ക് സാക്ഷ്യം ഹക്കിനെതിരായിക്കൊണ്ട് സാക്ഷി ചെയ്യുന്നതുകൊണ്ടോ സാക്ഷ്യം വഹിച്ചുകൊണ്ടോ എന്തെങ്കിലും ചിലപ്പോൾ നേട്ടം ഉണ്ടാവും. ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും, ചിലപ്പോൾ സമ്പത്ത് ലഭിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കും. പക്ഷെ അതൊന്നും പരലോകത്ത് നമുക്ക് ഉപകരിക്കില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെയ്തത്, എന്താണോ ചെയ്തത്, അത് സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ വിഷയത്തിൽ ആ രീതിയിലാണ് നാളെ പരലോകത്ത് വിചാരണ ചെയ്യുക. അതുകൊണ്ട് നീതിപൂർവം ഏതൊരു കാര്യത്തിലും നീതിയോടുകൂടി നിൽക്കണമെന്ന് അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഅ്മിനീങ്ങളെ വിളിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഇത്. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 11-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതൂ ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും വത്തഖുല്ലാഹ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാൻ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, നിങ്ങളുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ആലോചിക്കണം. എല്ലാ വിഷയത്തിലുമുള്ള അനുഗ്രഹങ്ങളെയും നമ്മൾ ആലോചിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, അതിന്റെ പ്രവർത്തനം, നമ്മുടെ റിസ്ഖ്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഈമാൻ ഏറ്റവും വലിയ നിഅമത്ത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെ അള്ളാഹു നൽകുന്ന മഹത്തായ നിഅമത്തുകളാണ്. ഇതെല്ലാം ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രത്യേകം ഒരു നിഅമത്തിനെ എടുത്തു പറയുകയാണ്. ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതൂ ഇലൈക്കും, നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള വിഭാഗങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി യബ്സുതൂ ഇലൈക്കും ഐദിയഹും, അവരുടെ കൈകൾ നീട്ടിയ സന്ദർഭം. അതായത് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പല രീതിയിൽ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പലപ്പോഴും അതിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തആല പറയാണ്, ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങളുടെ നേരെ കൈ നീട്ടിയ സന്ദർഭം ഫകഫ ഐദിയഹും അൻകും, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് ചെയ്തത്? അവരുടെ കൈകൾ നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്ന് തട്ടിക്കളഞ്ഞു. പല യുദ്ധസന്ദർഭത്തിലാവട്ടെ അല്ലാത്ത സാഹചര്യങ്ങളിലാവട്ടെ പല സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹമെന്നോണം മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വത്തഖുല്ലാഹ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്, അള്ളാഹുവിലാണ് മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. ഈ ആയത്ത് ഇറങ്ങിയ ഒരു സാഹചര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ രണ്ട് അഭിപ്രായത്തിലാണ്. ഒന്ന്, പൊതുവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ സംരക്ഷിച്ച, മുസ്ലിമീങ്ങളെ സംരക്ഷിച്ച വിഷയങ്ങളാണ് പൊതുവായി പറഞ്ഞതാണ് എന്ന്. രണ്ടാമത്തെ ചില അഭിപ്രായമായി മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല, പ്രത്യേകമായൊരു സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകമായൊരു വിഷയത്തിൽ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് എന്നും അഭിപ്രായം കാണാം.
ഇനി പ്രത്യേകമായ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ ചില സന്ദർഭങ്ങൾ പറഞ്ഞത് കാണാം. അതിൽ ഒന്നാമത്തെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, അസ്ഫാൻ യുദ്ധ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ശത്രുക്കൾ അപ്പുറത്തുണ്ട്, മുസ്ലിമുകൾ ഈ ഭാഗത്തുണ്ട്. അങ്ങനെ ദുഹറിന്റെ സമയമായപ്പോൾ അന്ന് ഭയപ്പാടുള്ള സമയത്ത് അല്ലെങ്കിൽ യുദ്ധ സന്ദർഭത്തിലുള്ള നിസ്കാരത്തിന്റെ ആയത്തിറങ്ങിയിട്ടില്ല. ആയത്തിറങ്ങാനുള്ള സാഹചര്യം കൂടിയാണത്. മുസ്ലിമീങ്ങൾ ദുഹർ നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്നുകൊണ്ട് ജമാഅത്തായി മുസ്ലിമീങ്ങൾ നിസ്കരിച്ചു. അപ്പൊ ആ സമയത്ത് ശത്രുക്കൾ എന്ത് ചെയ്തില്ല, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ദുഹർ നിസ്കരിക്കുന്ന സമയം ഉണ്ടാകും, അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇവരിങ്ങനെ ദുഹർ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശത്രുക്കളുടെ ഇടയിൽ ചർച്ചയുണ്ടായി, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അവർ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് നിസ്കാരത്തിന്റെ വിഷയത്തിൽ യുദ്ധഭാഗത്ത് നിന്ന് ശ്രദ്ധ തെറ്റുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി അവരെ ആക്രമിക്കാം, അവരെ നിസ്കരിക്കാവുമല്ലോ. അപ്പൊ അവരെ യുദ്ധ സന്ദർഭത്തിൽ നിസ്കാരം അപ്പൊ ഇറങ്ങിയിട്ടില്ല, അപ്പൊ നിയമമാക്കിയിട്ടില്ല, അല്ലാതെ സാധാ പോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അപ്പൊ പോയി നമുക്ക് ആക്രമിക്കാം എന്ന് ശത്രുക്കൾ അവിടെ തീരുമാനിച്ചു. ആ സമയത്താണ് യുദ്ധ സന്ദർഭത്തിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത്, നിസ്കാരത്തിന്റെ രൂപം പലതരത്തിലുണ്ട്. ഉലമാക്കൾ അത് 14 തരത്തിലാണ്, 40 തരത്തിലാണെന്ന് പറഞ്ഞു കാണാം. ഓരോ സാഹചര്യം സന്ദർഭം അനുസരിച്ചിട്ട് പലതരത്തിലുണ്ട്. അപ്പൊ ആ നിസ്കാരം, അപ്പൊ യുദ്ധ സന്ദർഭത്തിൽ നിസ്കാരം ആവുമ്പോൾ ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാവും, ആ ശത്രുക്കളെ മുന്നിട്ട് കൊണ്ടുതന്നെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. എപ്പോഴും ശത്രുക്കളെ മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. യുദ്ധം തുടങ്ങിയിട്ടില്ല, ആ തുടങ്ങുന്നതിന് മുമ്പുള്ള സന്ദർഭത്തിൽ. അപ്പൊ അവർക്ക് ആക്രമിക്കാൻ പറ്റൂല, ആയുധം ഏന്തിക്കൊണ്ടാണ് അവർ നിസ്കരിക്കുകയുള്ളൂ, എല്ലാ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചതിന്റെ, അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചതിന്റെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ച നിഅമത്ത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊരു സന്ദർഭം പറഞ്ഞിട്ടുള്ളത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി ഒരു യുദ്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ യാത്രയിൽ നിന്നോ വരുന്ന സമയത്ത് അവർ വിശ്രമിക്കാൻ ഒരുങ്ങി. അപ്പോൾ അവിടെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. അതിന്റെ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചോട്ടെ എന്ന് കരുതി സഹാബികൾ വേറെ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃക്ഷത്തിന്റെ തണലിലും വിശ്രമിക്കുകയാണ്, ഉറങ്ങിപ്പോവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാള് ആ മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ ഒരു അറാബി, ശത്രുക്കളിൽപ്പെട്ട ഒരു അറാബി ആ വഴി വരികയും അറാബി പിന്തുടർന്നു വരികയായിരുന്നു. അറാബി ആ വാളെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നീട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. അപ്പോൾ അറാബി ചോദിച്ചു, മാ യംനഉക മിന്നി, നിന്നെ ആരാണ് എന്നിൽ നിന്ന് ഇപ്പോൾ രക്ഷിക്കുക എന്ന് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആ വാള് വീണു എന്നും ചില റിവായത്തുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ വാളിനെ തട്ടിയിട്ടു, ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തട്ടിയിടുകയും വാള് താഴെ വീഴുകയും ചെയ്തു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആ വാളെടുത്തുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചു, ആരാണ് നിന്നെ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. നമ്മളിപ്പോ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു, ശത്രുക്കൾ കൈ നീട്ടിയപ്പോൾ അള്ളാഹു അത് തെറ്റിത്തെറിപ്പിച്ചു എന്നുള്ള ആയത്തിറങ്ങിയത് ഈ സന്ദർഭത്തിലാണ് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു. മറ്റൊരു സന്ദർഭമുള്ളത് ബനു ഖുറൈളയോ ബനു നദീറോ ജൂതഗോത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 4 ഖുലഫാക്കൾ അഥവാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, അങ്ങനെ ചില സഹാബികളും കൂടി ബനു ഖുറൈള അല്ലെങ്കിൽ ബനു നദീർ, 2 രീതിയിൽ റിവായത്തുകൾ കാണാം, അവരുമായിട്ട് ഒരു ദിയയുടെ പണം കടം വാങ്ങാൻ വേണ്ടി, അത് സംസാരിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. അപ്പൊ അവർ വളരെ നല്ല രീതിയിൽ അത് നൽകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഇരുത്തി. പക്ഷെ അവരുടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരുത്തി. അവരുടെ ഉദ്ദേശം, അവർ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്ഥലത്ത് ഇരിക്കുമ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് ഒരു കല്ലെടുത്തിട്ടുകൊണ്ട്, വലിയൊരു പാറക്കല്ലെടുത്തിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു കളയാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബികൾ തിരിഞ്ഞു പോരുകയും ബനു ഖുറൈളക്കെതിരെ അല്ലെങ്കിൽ ആ ഗോത്രത്തിനെതിരെ നടപടി എടുക്കുകയും എല്ലാം ചെയ്ത സന്ദർഭം. ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സന്ദർഭം, ഇതുപോലെ ചില ജൂതന്മാർ വിഷം പുരട്ടിയ ഭക്ഷണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളെയും വധിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സന്ദർഭത്തിൽ ശ്രമിക്കുകയും അള്ളാഹു തആല അറിയിച്ചത് മുഖേന സംരക്ഷിക്കുകയും ചെയ്ത ആ വിഷയത്തിലാണ് എന്ന് പറഞ്ഞതും കാണാം.
അപ്പൊ എന്നിരുന്നാലും ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിച്ച, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ച, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിച്ച വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹു നൽകിയ മഹത്തായ ഒരു നിഅമത്താണ് ഇത്. എല്ലാ കാലത്തും ഇപ്പൊ നമ്മളിലാണെങ്കിലും പല രീതിയിൽ നമുക്ക് സംരക്ഷണം അള്ളാഹു തആല നൽകുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു നിഅമത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിലാണ് മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും സംരക്ഷണവും അനുഗ്രഹങ്ങളും ലഭിക്കാനുള്ള 2 കാരണങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞു. ഒന്ന് തഖ്വയാണ്, 2 തവക്കുലാണ്. ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ലഭിക്കും. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്താണ്. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആദ്യം ഇത്തഖുല്ലാഹ. എത്രയോ ആയത്തുകളിൽ മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിന്റെ പൊതുവായിട്ടുള്ള വസിയത്താണ്. ആദ്യക്കാരിലേക്കും വേദഗ്രന്ഥം നൽകപ്പെട്ടവരിലേക്കും എല്ലാം അവസാനക്കാരിലേക്കും പൊതുവായിട്ടുള്ള അള്ളാഹുവിന്റെ വസിയത്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പൊ അത് വീണ്ടും പറഞ്ഞു. തഖ്വ നമ്മൾ പലപ്പോഴും പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, വിരോധനങ്ങൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ശിക്ഷയെ ഭയപ്പെട്ട്. എന്നിട്ട് പറഞ്ഞു വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞു. വസീല എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, അടുപ്പിക്കുന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഅമാലുകൾ, സൽക്കർമ്മങ്ങൾ, അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് ഖൽബിയായതുണ്ട്. ഖൽബിയായത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിലുള്ള ഇനാബത്ത്, പശ്ചാത്തപിച്ച് മടങ്ങൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ, അങ്ങനെയുള്ള ഖൽബിയായ പ്രവർത്തനങ്ങൾ. ബദനിയായ ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തവാഫ്, അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടുള്ള ദാനധർമ്മങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള സൃഷ്ടികൾക്ക് മാതാപിതാക്കളോട് നന്മ ചെയ്യൽ, അയൽവാസികളോട് നന്മ ചെയ്യൽ, മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ടുള്ള നന്മ ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം. അഥവാ അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയെ ഇഷ്ടപ്പെടും. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കേൾവിയും കാഴ്ചയും അവന്റെ കൈകളും കാലുകളും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാത്രം പോകുന്ന രീതിയിൽ അള്ളാഹു സംരക്ഷണം കൊടുക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് അള്ളാഹു തആല ഉത്തരം ചെയ്യും. അവന്റെ ദുആഇന് അള്ളാഹു തആല ഉത്തരം ചെയ്യും. അപ്പൊ അങ്ങനെ അള്ളാഹുലേക്ക് അടുക്കാൻ ഫർളും നഫ്ലുമായ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യുക, അതിനെ മാർഗമായി സ്വീകരിക്കുക എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഇതിന് വിശദീകരിച്ചു പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഉദ്ദേശം ഏതുപോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണിത് എന്ന രീതിയിലും തഫ്സീർ ചെയ്തത് കാണാം. ഏതായത്ത് പോലെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞതുപോലെ. അതായത് ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കാനുള്ള ഒരു പ്രോത്സാഹനം, അങ്ങനെ റസൂലുള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന നിലക്കും പറഞ്ഞത് കാണാം. വേറെ ചില പണ്ഡിതന്മാർ വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഉന്നതമായ ഒരു സ്ഥാനമാണ് എന്ന നിലക്ക് പറഞ്ഞത് കാണാം. പക്ഷെ അത് അതിനേക്കാൾ കൂടുതൽ യോജിച്ചത് ആദ്യം പറഞ്ഞ സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ആയത്തിനെ, ഈ വസീല എന്നുള്ള പദത്തെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ തസവുഫിന്റെയും ത്വരീഖത്തിന്റെയും സൂഫികളുടെയും എല്ലാ ആളുകൾ അവർ വാദിക്കുന്ന ഒരു വാദം കാണാം. ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഖിനെ സ്വീകരിക്കലാണ്. ഒരു ഷെയ്ഖിനെ സ്വീകരിക്കണം.
ആ ഷെയ്ഖിന്റെ മുരീദായിരിക്കണം. അങ്ങനെ ആ ഷെയ്ഖ് മുഖേന വേണം അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി എന്ന നിലക്ക് ഈ വസീല എന്നുള്ള പദത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വസീലയാണ് ഖബറിന്റെ അടുക്കൽ ഏതെങ്കിലും ഒരു വലിയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാലിഹാണെന്ന് പറയുന്ന ഒരാളുടെ ഖബറിന്റെ അടുക്കൽ പോയി അയാളോട് ഇടനിലക്കാരനായി വെച്ച് അയാളോട് തേടി അയാളോട് പറഞ്ഞ് അള്ളാഹുലേക്ക് അടുപ്പം നേടണം, അതാണ് നല്ല മാർഗം, എളുപ്പമുള്ള മാർഗം എന്ന് പഠിപ്പിക്കുന്ന ആളുകളെയും ഈ ആയത്ത് ഓതിയിട്ടാണ് അവർ പറയാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇതേ രീതിയിൽ തന്നെ അവർ പറഞ്ഞ എന്താ? അവർ ശിർക്ക് ചെയ്യുന്നതിന് അവർ പറഞ്ഞ എന്താ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിന് പുറമെ ലാത്തയെയും മനാത്തയെയും അതുപോലെയുള്ള ഓരോന്നിനെയും ആരാധിച്ചിരുന്ന അവർ പറയാണ്, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഇവരെ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് ശുപാർശകരാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇടനിലക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ശിർക്ക് ചെയ്തിരുന്നത്. അവർ ശിർക്ക് ചെയ്തിരുന്ന ഒരു കാരണം അതാണ്. അപ്പൊ അതേ തരത്തിലാണ് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വസീലയായി ഒന്നുകിൽ ഒരു ഷെയ്ഖിന്റെ മുരീദായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സാലിഹായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് അവർ വാദിക്കുന്ന ആളുകളുടെ ഖബറിൽ മുഖേന അവരോട് ശുപാർശ തേടി അവരെ ഇടനിലക്കാരായി അത് മുഖേന വേണം അള്ളാഹുലേക്ക് അടുക്കാൻ എന്ന നിലക്കെല്ലാം ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാം. ഒരു സ്വഹാബിയും ഇങ്ങനെ ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഉദ്ദേശം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അള്ളാഹു ആയത്തിൽ പറഞ്ഞു, വജാഹിദു ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, അഥവാ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. നമുക്കറിയാം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കാഫിറുകളുമായിട്ട് കുഫാറുകളുമായിട്ട് പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, അതിന് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ ഏതൊക്കെ തരത്തിലാണോ സാധിക്കുക ആ രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുക എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്ന് പറയാം. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ ഒരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് എന്തു ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കണം എന്നുള്ള ഒരു കൽപ്പന ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 51-ാമത്തെ ആയത്താണ്. നീതിപൂർവം നിലകൊള്ളണമെന്ന് ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ആയത്തിൽ. പല ആയത്തുകളും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അൽ വലാ വൽ ബറാഇന്റെ വിഷയത്തിൽ ആരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കണം, ആരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന വിഷയത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ആയത്തിലും അള്ളാഹു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, നിങ്ങൾ ജൂതന്മാരെയോ നസാറാക്കളെയോ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അന്ന് മദീനയിൽ ജൂതന്മാരുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നസാറാക്കളും ആ കാലത്തുള്ള ആളുകൾ, അവരുമായിട്ട് കൂട്ടുകൂടിയിരുന്നു മുനാഫിഖീങ്ങൾ. അല്ലെങ്കിൽ ഉള്ളിൽ ജൂതനായിക്കൊണ്ട് പുറത്ത് ഇസ്ലാം കാണിച്ചിരുന്ന വ്യക്തമായ കുഫറിലായിട്ടുള്ള മുനാഫിഖീങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ബഅദുഹും ഔലിയാഉ ബഅദിൻ, എന്നാൽ ആ ജൂതന്മാരും നസാറാക്കളും പരസ്പരം അവർ ഉറ്റമിത്രങ്ങളാണ് താനും. അവർ ചിലർ ഉറ്റമിത്രങ്ങളായി നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജൂതനും ഒരു നസ്രാണി എന്ന് പറഞ്ഞാൽ, ജൂതന്റെ വാദപ്രകാരം, ഒരു യഹൂദിയുടെ വാദപ്രകാരം നസ്രാണികൾ അവർ ആരാധിക്കുന്ന, അവർ ദൈവപുത്രനായി അവർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം, അവരുടെ ഭാഷയിൽ യേശു എന്നെല്ലാം പറയുന്നത്, ജൂതന്മാരുടെ വാദപ്രകാരം മറിയം ബീവിക്ക് അലൈഹിസ്സലാം അവർ കള്ള ആരോപണം നടത്തുന്നതാണ്. വ്യഭിചാരത്തിലുണ്ടായ ആട്ടിടനായ യൂസുഫ് എന്ന പേരിൽ ഒരാൾ വ്യക്തിയുമായിട്ടുള്ള വ്യഭിചാരത്തിലുണ്ടായ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം. നഊദു ബില്ലാഹ്, അവരുടെ വാദമാണ് എന്നാണ് അവർ പറയുന്നത്, ജൂതന്മാർ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. നസാറാക്കൾ അവരുടെ ഇലാഹായി കാണുന്ന, അവരെ ഏറ്റവും പരിശുദ്ധിയോടുകൂടി കാണുന്ന ആളുകളെ പറ്റി ഏറ്റവും മോശപ്പെട്ട ആരോപണം പറയുന്ന ആളുകളാണ് ആര്? ജൂതന്മാർ എന്നുള്ളത്. പക്ഷെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറ്റമിത്രങ്ങളായി നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് വയ്ക്കും. പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരാകുന്ന സന്ദർഭത്തിൽ അവർ തമ്മിൽ ഏറ്റവും നല്ല ബന്ധത്തിൽ നിൽക്കുന്നത് കാണാം. മുസ്ലിമുകൾക്കെതിരെ നിൽക്കുന്ന സന്ദർഭത്തിൽ ജൂത നസാറാക്കൾ അവർ പരസ്പരം നല്ല സ്നേഹമുള്ളവരായിട്ട്, ശരിക്ക് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ മുസ്ലിമീങ്ങൾ എന്താ പറയാ?
അലൈഹിസ്സലാം എന്നാ പറയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് പറയാ. എന്നാൽ ജൂതനെ സംബന്ധിച്ചിടത്തോളം അത്ര മോശപ്പെട്ട അഭിപ്രായമാണ് പറയാനുള്ളത്. എന്നിട്ടും അവർ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാകുന്നു. അത് തന്നെ അവരുടെ കുഫറിന്റെ, അവരുടെ വഴികേടിന്റെ ഏറ്റവും നല്ലൊരു അടയാളമാണ്. അല്ലാഹു പറയണം, അവർ പരസ്പരം ഉറ്റമിത്രങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അവരും ബാഹ്യമായിട്ട് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ അവർ തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളാണ്. പക്ഷെ മുസ്ലിമീങ്ങൾക്കെതിരാകുമ്പോൾ, ഇസ്ലാമിനെതിരാകുമ്പോൾ അവർ ഒരിക്കലും യോജിക്കാൻ പാടില്ലാത്ത രണ്ടാളുകളാണ് അവർ ഉറ്റമിത്രങ്ങളായിരിക്കുന്നത് കാണാം. എന്നിട്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ആ ജൂത നസാറാക്കളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇത് പൊതുവായിട്ട് കുഫാറുകളുമായി ബന്ധപ്പെട്ടതാണ്, അഹ്ലുൽ കിതാബുമായിട്ട് പ്രത്യേകമായിട്ടും വന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, വമയ്യതവല്ലഹും മിൻകും, ഗൗരവമുള്ള ഒരു കാര്യം അള്ളാഹു പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ആ ജൂത നസാറാക്കളെ, കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ കൽബിൽ അത്ര സ്നേഹബന്ധമുള്ള, അത്ര ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഫഇന്നഹു മിൻഹും, ആ സ്വീകരിക്കുന്നവൻ അവരിൽപ്പെട്ടവനാണ്. അതായത് കുറഞ്ഞ അളവിൽ അവരുമായിട്ടുള്ള ഈ ഉറ്റബന്ധം വെച്ചാൽ പൂർണ്ണമായി അതിലേക്ക് ചെന്ന് വീഴുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കുറഞ്ഞ അളവിൽ ഈ സ്നേഹബന്ധം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായ കുഫറിൽ എത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരാൾ അവന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. ഒരാൾ ഒരു സമൂഹത്തിനോട് സാദൃശ്യം വെച്ച് പുലർത്തിയാൽ അവൻ അവനിൽപ്പെട്ടവനായിരിക്കും. ഒരാൾ ഏത് കൂട്ടത്തിലാണോ മരിക്കുന്നത് ആ കൂട്ടത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ദീനാണ് അവർ തെറ്റിച്ച് കളയുക, നമ്മുടെ ദീനാണ് തെറ്റിച്ച് കളയുക. ബാക്കിയുള്ള ആളുകൾ ചിലപ്പോ വേറെ നമ്മുടെ ദുനിയാവി ആയിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് നഷ്ടമല്ല. പക്ഷെ ദീന് തെറ്റിച്ചു പോവുക എന്നുള്ളത് വളരെ അപകടമുള്ളതാണ്. അപ്പൊ കുറഞ്ഞ അളവിൽ അവരോട് സ്നേഹബന്ധം വെച്ച് പുലർത്തി മുന്നോട്ട് പോയാൽ പിന്നീട് വലിയ അളവിൽ ദീന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹു പറയാണ്, ആരാണോ അവരുമായിട്ട് ഉറ്റമിത്രങ്ങളായി അവരെ സ്വീകരിക്കുന്നത് അവൻ അവരിൽപ്പെട്ടവനാണ്. ഇന്നല്ലാഹ ലാ യഹ്ദി അൽ ഖൗമ അദ്ദാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളെ ഹിദായത്തിലാക്കുകയില്ല. അപ്പൊ അവരുടെ ദുൽമിനെ, അവർ ചെയ്യുന്നത് ദുൽമാണ് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ളാലിമീങ്ങളെ ഹിദായത്തിലാക്കുകയില്ല. അപ്പൊ ആ ദുൽമിലേക്ക് പോയി നമ്മൾ പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഗൗരവത്തിൽ പറഞ്ഞതാണ്, ആ ജൂത നസാറാക്കളെ പിൻപറ്റുന്ന ഒരവസ്ഥ എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും. ചാണിന് ചാണായി, മുഴച്ചിന് മുഴമായി, ഒരിക്കലും ഒരു മനുഷ്യൻ പിൻപറ്റാത്ത വിഷയങ്ങളിൽ വരെ പിൻപറ്റി പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാൻ. സ്വന്തം ഉമ്മയുമായി വ്യഭിചരിക്കാൻ അവർ പോയാൽ അതുപോലെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകും എന്നതിലെ ചില ഹദീസുകളിൽ കാണാം. അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പോ നമ്മുടെ ഉറ്റമിത്രങ്ങൾ എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുമായിട്ടാണ് ഒരു മുഅ്മിൻ കൂട്ടുകൂടേണ്ടത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അല്ലാതെ ഇതിപ്പോ വലിയൊരു ഈ വലാബറ എന്നൊക്കെ വലിയൊരു എന്താ പറയാ, ചില ആളുകൾ പറയാൻ പേടിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിനെ വളരെ തീവ്രവാദപരമായിട്ട് കാണിക്കുന്ന ഒരിക്കലുമില്ല. അപ്പൊ നമ്മൾ നോക്കി, നീതിപൂർവ്വം നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരോടും നീതിപൂർവ്വം എന്നാ പറഞ്ഞത്. ഒരു കാഫിറിന്റെ ഭാഗത്താണ് ഹക്കുള്ളത് എങ്കിൽ ആ ഹക്കിന്റെ ഭാഗത്ത് നിൽക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, മറ്റൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മറ്റേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പമാണ്, അവന്റെ ഉറ്റമിത്രങ്ങൾ അവരാണ്, എപ്പോഴും അവരുടെ കൂടെയാണ് നടക്കുന്നത്, അവരോടാണ് സ്നേഹബന്ധം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ അവരെന്ത് രീതിയിലാണ് കാണുക? സ്വാഭാവികമല്ലേ? അത്രേ ഉള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ പറയുമ്പോൾ എന്തിനാ അതിന് മാത്രമുള്ളത്? ഒരിക്കലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, വലാ ബറ ഒരിക്കലും അനീതിയല്ല. ഒരു കാഫിറിനോട് അക്രമം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഒന്നും അതുകൊണ്ട് അനുവദിക്കുന്നില്ല. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉറ്റമിത്രങ്ങളായി, അവന്റെ രഹസ്യ സൂക്ഷിപ്പുകാരായിട്ട്, ആത്മമിത്രങ്ങളായിട്ട് അവൻ എടുക്കേണ്ടത് മുഅ്മിനീങ്ങളെയും മുസ്ലിമീങ്ങളെയും മാത്രമാണ്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണത്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് മുഅ്മിനീങ്ങൾ വെച്ച് ഓർമ്മപ്പെടുത്തിയുള്ള കാര്യമാണ്. ഇതിൽ ജൂത നസാറാക്കളുടെ അപകടം പറഞ്ഞു. അതിൽ പ്രത്യേകം പറഞ്ഞു, അവരോട് ആരാണോ അങ്ങനെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്നത് അവരിൽപ്പെട്ടവരായി തീരും, അവൻ പിന്നെ അവരിൽപ്പെട്ടവരായി തീരും എന്നുള്ളത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്തത് സൂറത്തുൽ മാഇദയിലെ
54-ാമത്തെ ആയത്താണ്. സൂറത്തുൽ മാഇദ 54-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട്, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ ആരെങ്കിലും അവൻ്റെ ദീനിൽ നിന്ന് അഥവാ ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായി പോവുകയാണെങ്കിൽ, പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ, ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം ഒരു സമൂഹത്തെ കൊണ്ടുവരും. ആ സമൂഹത്തിൻ്റെ പ്രത്യേകതകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടും, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യവിശ്വാസികളോട് അവർ താഴ്മയുള്ളവരായിരിക്കും, വിനയവും ഇഷ്ടവുമെല്ലാം കാണിക്കുന്നവരായിരിക്കും. കുഫാറുകളോട് അവർ പ്രതാപം കാണിക്കുന്നവരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിലേർപ്പെടും. വലാ യഖാഫൂന ലൗമത ലായിം, ആ ദീനിൽ നിന്നതിൻ്റെ പേരിൽ, ഹക്കിൽ നിന്നതിൻ്റെ പേരിൽ ഒരാളുടെ ആക്ഷേപവും അവർ ഭയപ്പെടുകയില്ല. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഫദ്ലാണ്, ഔദാര്യമാണ്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വാസിഉൻ അലീമുമാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ദീൻ അനുസരിക്കുന്നതിൽ നിന്ന്, ആ വിശ്വാസത്തിൽ നിന്ന് പഴച്ചു പോകുന്ന, തെറ്റിപ്പോകുന്ന, മുർത്തദ്ദായി പോകുന്ന, അങ്ങനെ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനൊരു നഷ്ടവും വരാനില്ല. അതേസമയം അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, ദീനിൻ്റെ അടയാളങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അതിനു പകരം ഇവിടെ ഉണ്ടാകും എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം ചില മുഫസ്സിരീങ്ങൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ, ആ സമയത്ത് യമനിൽ കള്ളപ്രവാചകന്മാർ എല്ലാം പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ ദീൻ വിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഇറങ്ങിയതാണ് എന്ന് ചില തഫ്സീറുകളിൽ കാണാം. എന്നിരുന്നാലും ദീനിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഈ ഹിദായത്ത് കിട്ടിയിട്ട് ആ ദീന് മനസ്സിലായിട്ട് ഈ ഹക്ക് ബോധ്യപ്പെട്ടിട്ട് അവനതിനെ വിട്ടെറിഞ്ഞു പോവുകയാണെങ്കിൽ അവരോടുള്ള ഒരു സംസാരമായി അള്ളാഹു പറയുകയാണ്, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത്, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, അവൻ്റെ ദീനിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായി പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ, അള്ളാഹു എന്ത് ചെയ്യും? വേറൊരു സമൂഹത്തെ കൊണ്ടുവരും. അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു കൂട്ടരെ അവിടെ കൊണ്ടുവരും. അപ്പോൾ ദീനുള്ള, ഈമാനുള്ള ആളുകളോടാണ് പറയുന്നത്. ചില ആളുകൾക്കൊരു ധാരണ ഉണ്ടാവും, ഈമാനുള്ള ആളുകൾ, പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് പണിയെടുക്കുന്ന ആളുകൾ, ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അങ്ങനത്തെ ഒരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അവരോടും കൂടിയിട്ടാണ്. ഈമാനുള്ള ആളുകളോട് പറയാം, നിങ്ങളുടെ ദീനിന്ന് പുറത്തു പോയാലും അള്ളാഹു പകരം അവിടെ ആളുകളെ കൊണ്ടുവരും. അവരുടെ വിശേഷണങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ വിശേഷണം, യുഹിബ്ബുഹും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. യുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരടിമക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം. കാരണം എല്ലാ ഔദാര്യങ്ങളും നമുക്ക് നൽകുന്ന, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ഉപജീവനം നൽകുന്ന അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ ഒരാൾക്ക് ഉണ്ടാവുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹു അടിമയെ ഇഷ്ടപ്പെടുക, അതാണ് ആദ്യം പറഞ്ഞത്. അള്ളാഹു അടിമയെ ഇഷ്ടപ്പെടുക. അള്ളാഹിനെ നമ്മളെ കൊണ്ട് ഒരു നേട്ടവുമില്ല. നമ്മൾ അള്ളാഹിനെ അനുസരിച്ചാലും നേട്ടമല്ല, അള്ളാഹിനെ ധിക്കരിച്ചാലും നേട്ടമല്ല, നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹുവിന് നമ്മളെ കൊണ്ടൊരു ആവശ്യമില്ല. പക്ഷേ അള്ളാഹുവിന് ആ അടിമകളോടുള്ള ഇഷ്ടമാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത് ദീനിൻ്റെ അടിസ്ഥാനമാണ്, തൗഹീദിൻ്റെ അടിസ്ഥാനമാണ്, ദീനിൻ്റെ പൂർത്തീകരണമാണ്, തൗഹീദിൻ്റെ സാക്ഷാത്കരണമാണ്. അത് എത്രത്തോളം തെളിയിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, അത് തെളിയിക്കുന്ന ആളുകളാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റണം, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കണം, ഫർളും നഫ്ലുമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ് ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അതുപോലെ അള്ളാഹുവിനോടുള്ള താഴ്മയുമാണ്. അപ്പോൾ അതുണ്ടാകുമ്പോഴാണ് ഇബാദത്തുകൾക്ക് അതിൻ്റെതായ പരിപൂർണതയും, ഏതൊരു കാര്യത്തിനും അതിൻ്റെ പരിപൂർണത ലഭിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ തൗഫീക്ക് ലഭിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ തൗഫീക്ക് ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന മഹത്തായ ഔദാര്യമാണ്. ഒന്നാമത്തെ വിശേഷണം അതാണ്. രണ്ടാമത്തേത് പറഞ്ഞു, അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ,
മുഅ്മിനീങ്ങളോട്, പരസ്പരം സത്യവിശ്വാസികളോട് താഴ്മ കാണിക്കുന്ന, പരസ്പരം സ്നേഹമുള്ള, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന, പരസ്പരം ഏറ്റവും നല്ല നസീഹത്തുള്ള, അവരോട് കൃപ കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന അവസ്ഥയിലായിരിക്കും. കാരണം അവർ ഒരേ ആദർശത്തിലുള്ളവരാണ്, ഒരേ വിശ്വാസത്തിലുള്ളവരാണ്, ഒരേ റസൂലിനെ പിൻപറ്റുന്നവരാണ്. അതുകൊണ്ട് ആ തരത്തിലായിരിക്കും. കുഫാറുകളോടോ വഇസ്സത്തിൻ അലൽ കാഫിരീൻ, ഈ ഹക്കിനെ, ദീനിനെ നിഷേധിക്കുന്ന, കളവാക്കുന്ന, കളിയാക്കുന്ന കാഫിരീങ്ങളോട്, ഇസ്ലാമിന്റെ പ്രതാപം കാണിക്കുന്ന, അവരോട് തന്റെ ആദർശത്തിനോട് എതിരായി നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണോ, അവരോട് എങ്ങനെയാണോ നിൽക്കേണ്ടത് അതുപോലെ നിൽക്കുന്ന, നമ്മുടെ ദീനിൽ പ്രതാപത്തോടു കൂടി ആ നിലപാടിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അവർ. ഒരിക്കലും കൂടിക്കലർന്ന് അവരെ ഭയപ്പെട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് സമന്വയിപ്പിച്ച് അവരോട് ചേർന്ന് അവരെ കുറച്ച് ഇതിലൊക്കെ കൂടിച്ചേരാം, അപ്പോൾ അവരുടെ ഇഷ്ടം കിട്ടും, അങ്ങനെ നിലക്ക് അവരോട് ലയിച്ചു പോകുന്ന ആളുകളല്ല. നമ്മുടെ ദീനിൽ നിന്ന് ആ ദീനിന്റെ പ്രതാപത്തോടു കൂടി നിൽക്കുന്ന ആളുകളായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അടുത്തത് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. അവരവരുടെ സ്വത്തുകൊണ്ടും അവരുടെ ശരീരം കൊണ്ടും, അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്യും. അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടി അവർ പണിയെടുക്കും. വലാ യഖാഫൂന ലൗമത ലായിം, ഒരു കാരണം കൊണ്ടും നമ്മൾ മുസ്ലിം ആയതിന്റെ പേരിൽ, തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ഈ ഹഖ് പറഞ്ഞതിന്റെ പേരിൽ ഒരാളുടെ ആക്ഷേപവും അവർ ഭയപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ കാണാം, അപ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സുന്നത്ത് പിൻപറ്റിയതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാവും, കളിയാക്കുന്ന ആളുകളുണ്ടാവും, പലതരത്തിൽ ആക്ഷേപിക്കുന്ന ആളുകളുണ്ടാവും. ഒരാളുടെ ആക്ഷേപവും ഈ ഹക്കിൽ നിന്നതിൻ്റെ പേരിൽ അവർ ഭയപ്പെടുകയില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ വിശേഷണങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മയ്യശാ, ഈ വിശേഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന മഹത്തായിട്ടുള്ള ഫദ്ലാണ്, ഔദാര്യമാണ്. അപ്പോൾ ഒരു മുസ്ലിം മുഅ്മിൻ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന വിശേഷണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്, ഈ ഗുണങ്ങൾ എന്നുള്ളത്. അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് പറഞ്ഞു വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ ദീനിനെ കൊണ്ട് നടക്കേണ്ടത് അല്ലെങ്കിൽ ആ ഈമാനിനെ കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ദീനിനെ കൊണ്ടു നടക്കുക എന്നുള്ളത്. അള്ളാഹുവിന് കുറച്ച് ആളുകൾ തെറ്റിപ്പോയാലും അള്ളാഹുവിനൊരു ദോഷം കൊണ്ട് വരാനില്ല. അള്ളാഹുവിനെ അവിടെ പകരം അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ആരാധിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വേറെ അടിമകൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സമൂഹത്തിന്റെ വിശേഷണങ്ങളാണ്. ആ ഓരോ വിശേഷണങ്ങളും നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും വേണം. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ തന്നെ 57-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബൻ മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾ ലാ തത്തഖിദൂ അല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബ, നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്, സുഹൃത്തുക്കളായി ഉറ്റമിത്രങ്ങളായി വരുന്നുണ്ട്, നിങ്ങളുടെ ദീനിനെ കളിയും തമാശയുമായിട്ട് എടുക്കുന്ന, മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിങ്ങളുടെ ദീനിനെ കളിയും തമാശയുമായി എടുക്കുന്ന ആളുകളെയും, വൽ കുഫാറ കാഫിരീങ്ങളെയും, ഔലിയാ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഈ ആയത്ത് ഇറങ്ങിയത് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഊത്തുൽ കിതാബിൽ, അഹ്ലുൽ കിതാബിൽ പെട്ടിരുന്ന രണ്ടാളുകൾ, അവരുടെ പേര് റിഫാഅത്ത് ഇബ്നു സെയ്ദ് വസുവൈദ് ഇബ്നുൽ ഹർഫ് എന്നീ രണ്ടാളുകൾ ബാഹ്യമായി ഇസ്ലാം അഭിനയിക്കുകയും മുനാഫിഖായിട്ട് ഉള്ളിൽ കുഫർ വെച്ചുകൊണ്ട്, നിഫാഖ് ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ ബാഹ്യമായി ഇസ്ലാം അഭിനയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുമായിട്ട് ചില മുഅ്മിനീങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്നേഹബന്ധം വെച്ച് പുലർത്തിയിരുന്നു. പക്ഷെ അവർ ചെയ്തിരുന്നത്, അവർ ദീനിന്റെ പല കാര്യങ്ങളെയും കളിയും തമാശയുമായിട്ട് അതിനെ കളിയാക്കാനും അതിനൊരു തമാശയുമായിട്ടാണ് അവർ കണ്ടിരുന്നത്, പല കാര്യങ്ങളെയും. അതുപോലെ തന്നെ നിസ്കാരത്തെയും. അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നതാണ്, വൈദാ നാദൈതും ഇലസ്സലാ ഇത്തഖദൂഹാ ഹുസ്വൻ വലഇബ, അവർ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ട അതും കളിയും തമാശയായിട്ട് എടുക്കണ്ടായിരുന്നു. അതായത് ഈ രണ്ടുപേര് പുറത്ത് ഇസ്ലാം അഭിനയിക്കുകയാണ്, ഉള്ളിൽ കുഫറാണ്. അവരുടെ മുമ്പ് ഏതാണോ അവരുടെ ദീനായിട്ട് അവരുണ്ടായിരുന്നത് ആ കുഫർ തന്നെയാണ്. പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന മുനാഫിഖായിരുന്നപ്പോൾ
അവരുമായി സ്നേഹബന്ധം ഉറ്റമിത്രങ്ങളായി വെച്ച് പുലർത്തിയിരുന്ന മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, അങ്ങനെ ദീനിനെ കളിയും തമാശയുമായി എടുക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ കാഫിരീങ്ങളെയും, പല ആയത്തുകളിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കാഫിരീങ്ങളെയും ഉറ്റമിത്രങ്ങളായി, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്നേഹബന്ധമുള്ള ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുഅ്മിനീങ്ങളെ വിളിച്ച് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് മുസ്ലിമീങ്ങളുടെ രഹസ്യം അറിയുന്ന, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഉറ്റ മിത്രമായിട്ട് കുഫാറുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം നമ്മുടെ ദീന് നഷ്ടപ്പെടും. അതിനപ്പുറത്തേക്ക് മറ്റു പല അപകടങ്ങളിലേക്കും എത്തും. അപ്പൊ അതിൽ പെട്ട ആളുകളാണ് മുനാഫിഖീങ്ങൾ എന്ന് പറയുന്നതും. അത് ദീനിനെ കളിയാക്കുന്ന, തമാശയായി എടുക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാർ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂട്ടുകാരെ നോക്കുക, ദീനിയായിട്ടുള്ള അടയാളങ്ങളെ, ഇസ്ലാമിന്റെ വിശ്വാസത്തെ, കർമ്മങ്ങളെ, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളെ കളിയാക്കുന്ന, തമാശയാക്കുന്ന, ആ രീതിയിൽ എടുക്കുന്ന ആളുകളാണോ നമ്മുടെ കൂട്ടുകാർ? അവരുമായിട്ട് സുഹൃത്ത് ബന്ധം പാടില്ല എന്ന് അല്ലാഹു തആല പറയാം. നമ്മുടെ സുഹൃത്തുക്കൾ അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ. എന്നിട്ട് അള്ളാഹു തആല ആയതുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം, അള്ളാഹുവിന്റെ വിരോധങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് പറയാണ് ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, ദീനിനെ കളിയാക്കുന്ന, തമാശയായി എടുക്കുന്ന ആളുകളുമായിട്ട് ഒരു സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന അവസ്ഥ മുനാഫിഖുകളിൽപ്പെട്ട നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയൊരു വിഷയമുണ്ട്. കാരണം ഇപ്പോൾ ഇന്ന് പല തിന്മകളിലേക്കും ഒരാൾ പോകാൻ അതിൻ്റെ അടിസ്ഥാന കാരണം മോശപ്പെട്ട കൂട്ടുകാരായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാ അള്ളാഹുവിൻ്റെ ദീനിനെ അനുസരിക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന, കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പാലിക്കുന്ന, ദീന് പഠിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ, അങ്ങനെയുള്ള ആളുകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സത്യവിശ്വാസി. എന്നാൽ ഇപ്പുറത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ കളിയും തമാശയുമായി, അല്ലെങ്കിൽ അതിനെ കൃത്യമായി പാലിക്കാത്ത, അത് പല തിന്മകളിലേക്കും പോകുന്ന ആളുകളുടെ കൂട്ടുകാരിൽ നിൽക്കുന്ന ഒരു സത്യവിശ്വാസി. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ആലോചിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത് ഗുണമാ ദോഷം ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ബന്ധം അത് ആരുമായിട്ടായിരിക്കണം? അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ള ആളുകളുമായിട്ടായിരിക്കണം. ഒരിക്കലും ഷിർക്കിനെ അള്ളാഹു ഇഷ്ടപ്പെടില്ല, കുഫറിനെ അള്ളാഹു ഇഷ്ടപ്പെടില്ല, നിഫാഖിനെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാളുമായിട്ട് നമുക്ക് എന്തിനാ ഉറ്റ സ്നേഹബന്ധം ഉണ്ടാകേണ്ടത്? അപ്പോൾ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് ആയത്തുകളായി അല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് ഇതേ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 87-ാമത്തെ ആയത്താണ്. 87-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹർരിമു ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. യാ അയ്യുഹല്ലദീന ആമനു, എ മുഅ്മിനീങ്ങളെ, ലാ തുഹർരിമു ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങൾ, ഭക്ഷണവും പാനീയങ്ങളും വസ്ത്രങ്ങളും എന്തോ ആവട്ടെ, ആ വിശിഷ്ടമായ കാര്യങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഹറാമാക്കരുത്. വലാ തഅതദു, നിങ്ങൾ ആ ഹലാലുകളിൽ പരിധി വിട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നസ്വാറാക്കൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ സ്വന്തത്തിന് ഹറാമാക്കിക്കൊണ്ട് അവരുടെ ദീനിനെ അവർ ഞെരുക്കത്തിലാക്കി. ഇപ്പോൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന, വിവാഹബന്ധം വേണ്ട എന്ന് വെക്കുന്ന, അങ്ങനെ അല്ലാഹു ഹലാലാക്കിയ പല കാര്യങ്ങളും, പല ഭക്ഷണങ്ങളാവട്ടെ, അതുപോലെ പല കാര്യങ്ങളും അഹ്ലു കിതാബുകാർ അവരുടെ ഇഷ്ടപ്രകാരം അവരത് പാടില്ല എന്ന നിലക്ക് അവരുണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ മുഅ്മിനീങ്ങളാകാൻ പാടില്ല. നമുക്കറിയാം, എന്ത് കാര്യവും പൊതുവായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പൊ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എല്ലാം ഹലാലാണ്, അള്ളാഹു ഹറാമാക്കിയതൊഴികെ. അള്ളാഹും റസൂലും ദീനിൽ ഹറാമാക്കിയിട്ടില്ലാത്ത എല്ലാ ഭക്ഷണവും ഒരാൾക്ക് ഹലാലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ സ്വന്തത്തിൽ
ഹറാമാക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അഥവാ അള്ളാഹു അനുവദിച്ചിട്ട് കഴിക്കണോ വേണ്ടേ എന്നല്ല പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കഴിക്കാതിരിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ അത് നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല എന്ന നിലക്ക് നിങ്ങളാക്കാൻ പാടില്ല. എന്നിട്ട് പറയാണ് വലാ തഅ്തദു, ഇനി ഹലാലായത് തന്നെ പരിധി വിട്ട് അതിൽ ലംഘിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായത്. ഇത് ഹലാലാണ്, അപ്പൊ പിന്നെ അത് എത്രയാവാം, അങ്ങനെ ആവരുത്. ഇസ്ലാമിന്റെ പൊതുവായിട്ടുള്ള തത്വമാണ് മിതത്വം ഉണ്ടായിരിക്കണം, വസതിയത്ത് ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. അപ്പോ പരിധി വിട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിന്റെ തൊട്ടടുത്ത ആയത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് വകുലൂ മിമ്മ, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, മിമ്മ റസഖകുമുല്ലാഹ് ഹലാലൻ ത്വയ്യിബ, അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖായി നൽകിയിട്ടുള്ള ഹലാലായിട്ടുള്ള അതിൽ തന്നെ വിശിഷ്ടമായത് എന്ന് ഇമാം ഷാഫി റഹിമഹുള്ളാഹ് പറഞ്ഞാൽ നല്ല രുചിയുള്ളത് എന്നാണ്. ഒരാൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം, അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, അങ്ങനെയുള്ളതാണ് കഴിക്കേണ്ടത്. ഒരാൾക്ക് ഭക്ഷണത്തിൽ അവന് തിരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വിചാരിക്കുക. ഉള്ളതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വിശിഷ്ടമായതാണ് അയാൾ ഭക്ഷിക്കേണ്ടത്. ഏറ്റവും രുചിയുള്ളതും ഏറ്റവും നല്ലതുമാണ് ഭക്ഷിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വത്തഖുല്ലാഹ അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ ആയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ആ ഓർമ്മപ്പെടുത്തതിൽ വളരെ ഗൗരവത്തിൽ പരലോകത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞ് താക്കീത് ചെയ്തു. അങ്ങനെ സഹാബികൾ പിരിഞ്ഞു പോയി. കുറച്ച് സഹാബികൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ വളരെ സാഹിദായിട്ടുള്ള ആബിദായിട്ടുള്ള സഹാബിയാണ്. അങ്ങനെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരിങ്ങനെ ചർച്ച ചെയ്തിട്ട് അവർ തീരുമാനിച്ചു, ഇങ്ങനെയൊക്കെയാണ് പരലോകത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ നമുക്കിനി എന്ത് വേണ്ട, നമുക്കിനി ദിവസം നോമ്പെടുക്കാം, നമുക്കിനി രാത്രി ഉറക്കല്ല, എന്നും രാത്രി നിസ്കാരമാണ്, അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അത് നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ മാംസം അതുപോലെ തന്നെ രുചികരമായിട്ടുള്ളത് ഒന്നും കഴിക്കണ്ട എന്ന നിലക്ക് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, ഞാൻ വിവാഹബന്ധം കല്യാണം കഴിക്കുന്നുണ്ട്, പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം എനിക്കുണ്ട്, അതുപോലെ തന്നെ ഞാൻ നല്ല മാംസം കഴിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെടുത്ത തീരുമാനത്തെ വിരോധിച്ചു. ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് രണ്ടാമത് നമ്മൾ പാരായണം ചെയ്ത ഹലാലും തൊയ്യുമായിട്ടുള്ളത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, പരിധി വിടാതെ നിങ്ങൾ അത് ഉപയോഗിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാം മുഅ്മിനീങ്ങൾക്കുള്ളതാണ്, സത്യവിശ്വാസികൾക്കുള്ളതാണ്, അവർക്കത് ഉപയോഗിക്കാനുള്ളതാണ്, ഭക്ഷിക്കാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ വസതീയത്തിൽ മിതത്വത്തിലായിരിക്കണം, പരിധി വിട്ടുകൊണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് ഇന്നമൽ ഖംറു. ഖംർ എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് നമ്മൾ അർത്ഥം പറയും. ഏത് ബുദ്ധിയെ മറച്ചു കളയുന്ന ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു സാധനവും ഖംറിൽ ഉൾപ്പെട്ടു. അത് കുടിക്കുന്നതാവട്ടെ, കഴിക്കുന്നതാവട്ടെ, ശ്വസിക്കുന്നതാവട്ടെ, ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതാവട്ടെ, ഒരാളുടെ ബുദ്ധി മറക്കുന്ന ഏത് ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുവും അതിൽപ്പെട്ടു. വൽ മൈസിർ, മൈസിർ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം, അഥവാ ഒരു പണിയെടുക്കാതെ വാതുവെപ്പ്, ചൂതാട്ടം, ആ രീതിയിൽ ലോട്ടറി ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ആ രീതിയിലുള്ള സമ്പാദിക്കുന്ന രീതികൾ. വൽ അൻസാബ്, അൻസാബ് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, അതല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ അറുക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു ഇടത്തിൽ വെക്കുന്ന കല്ല്, ആ അർത്ഥത്തിലും പറയും. വൽ അസ്ലാം, അസ്ലാം എന്ന് പറഞ്ഞാൽ അമ്പുകൾ വെച്ചുകൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ ശിർക്കിയായിട്ടുള്ള പ്രവർത്തനമാണ്. പിന്നെ ഇങ്ങനെ ഏതാ നല്ലത് ഏതാ അങ്ങനെയുള്ളതൊക്കെ നോക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു റിജ്സുൻ മിൻ അമലിശ് ശൈത്താൻ, ഈ കാര്യങ്ങളെല്ലാം പിശാചിന്റെ മ്ലേച്ഛമായ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹ്, നിങ്ങളതെല്ലാം ഒഴിവാക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ മദ്യം ഇസ്ലാമിൽ വിരോധിച്ച 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞു. ആ 3 ഘട്ടങ്ങൾ ഒരു ഹദീസിൽ നമുക്ക് ഇബ്നു ഉമർ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു
പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ദുആ ചെയ്യാറുണ്ടായിരുന്നു. മദ്യം വിരോധിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാന ശിഫാഇൻ. അള്ളാഹു മദ്യത്തിന്റെ വിഷയത്തിൽ ഒരു ശിഫ നൽകുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് നീ ആക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഫനസലത്തിൽ ലത്തീഫിൽ ബഖറ, ജാമി തിർമിദിയിലെ ഒരു ഹദീസാണ്, സൂറത്തുൽ ബഖറയെ ഈ ആയത്തിറങ്ങിയത്. വയസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യത്തിനെയും ചൂതാട്ടിനെ കുറിച്ച് ചോദിക്കുന്നു. അതിൽ നന്മയുണ്ട്, പക്ഷെ അതിലുള്ള ദോഷമാണ് കൂടുതൽ. നന്മ എന്ന് പറഞ്ഞു, അന്ന് അറേബ്യയിൽ നബി സല്ലല്ലാഹു മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ഒരു സാമ്പത്തിക നിലനിന്നിരുന്നതിൽ പ്രധാന ഒരു ഘടകം മദ്യ കച്ചവടത്തിനും അതുപോലെ ചൂതാട്ടത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നന്മകൾ അതിൽ നിന്നുണ്ട്, പക്ഷെ അതിന്റെ ദോഷമാണ് കൂടുതൽ പറഞ്ഞ് ആദ്യം അതിനൊന്ന് നിരുത്സാഹപ്പെടുത്തി. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് ഇറങ്ങിയത് പാരായണം ചെയ്യപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാന ശിഫാഇൻ, മദ്യത്തിന്റെ വിഷയത്തിൽ ഒന്നുകൂടി വ്യക്തമായി ഞങ്ങൾക്ക് ശമനം നൽകുന്ന ഒരു കാര്യം നീ അറിയിക്കണേ. അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ മദ്യം വിരോധിച്ച ആയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്. അതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ വിരോധിച്ചത്. ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പാരായണം ചെയ്യപ്പെട്ടു. ഇങ്ങനെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഒന്നുകൂടിയും ശമനം നൽകുന്ന വ്യക്തമാക്കുന്ന ഒരു ആയത്ത് ഇറക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. പിന്നെയാണ് ഈ മൂന്നാമത്തെ ഇപ്പോൾ പറഞ്ഞ ആയത്ത് ഇറങ്ങിയത്. ഇന്ന ആയത്ത് ഇറങ്ങുകയും അതിനുശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, ഈ മദ്യം ഫിൽ ഖംരി വൽ മൈസിർ, ഈ മദ്യം കൊണ്ടും ചൂതാട്ടം കൊണ്ടും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ശത്രുതയും പ്രശ്നങ്ങളും ഉണ്ടാവാനാണ്. അറിയപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരാൾ കള്ളുടിച്ചിട്ട് പരസ്പരം പ്രശ്നം ഉണ്ടാക്കുക, ആളുകളെ കൊല്ലുക, അറിയപ്പെട്ട കാര്യമാണ്. ചൂതാട്ടം, ഒരാളുടെ സമ്പത്ത് അന്യായമായിട്ട് എടുത്ത് അതിന്റെ പേരിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള അറിയപ്പെട്ട കാര്യമാണ്. അതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ്സലാ, അതുപോലെ ദിക്റിൽ നിന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, എന്നിട്ട് അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്കത് അവസാനിപ്പിക്കാനായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങളിത് അവസാനിപ്പിച്ചു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയേണ്ടായി. സ്വഹാബികൾ അതെ. ഈ ആയത്തിറങ്ങിയ സന്ദർഭം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അന്ന് മദ്യം പൂർണ്ണമായി വിരോധിക്കാത്ത സമയത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബൂ തൽഹ, അതുപോലെ പല സ്വഹാബികൾക്കും മദ്യം ഒഴിച്ചു കൊടുക്കുന്ന മദ്യ കച്ചവടക്കാരുണ്ടായിരുന്നു. മദ്യം ഒഴിച്ചു കൊടുക്കുന്ന കുടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു സ്വഹാബികൾ മദ്യം വിരോധിക്കുന്നതിന് മുമ്പേ. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അങ്ങനെ ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് ഓതിക്കൊണ്ട് ആളുകൾ ഓടി വന്നപ്പോൾ ഇങ്ങനെ ആയത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കുടിച്ചിരുന്ന ആ സ്വഹാബികൾ കുടിച്ചിരുന്ന കളയെ മാത്രമല്ല, അവസാനം കുടിച്ചത് വിരലിട്ട് ഛർദിക്കുകയും ബാക്കിയുള്ള വീപ്പകളെല്ലാം ഒഴുക്കിക്കളയുകയും എല്ലാം ചെയ്തതായിട്ട് കാണാം. മദ്യം വിരോധിക്കപ്പെട്ടിട്ടുള്ളത് ആ നിലക്കാണ്. 3 ഘട്ടങ്ങളിലായിട്ട് അവസാനം ഈ ആയത്തിലൂടെയാണ് മദ്യം വിരോധിച്ചിട്ടുള്ളത്. അതുപോലെ ചൂതാട്ടം നമുക്കറിയാം. ഗാംബ്ലിംഗ് എന്ന് പറയുന്ന പല തരത്തിലുണ്ട്. ഇപ്പൊ ലോട്ടറി ആവട്ടെ, അങ്ങനെ ഭാഗ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാതുവെപ്പാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മൈസൂറിന്റെ ഇനത്തിൽ പെടുന്നതാണ്. അതുപോലെയുള്ള കളികൾ, അങ്ങനെ പണം സമ്പാദിക്കുക എന്നുള്ളത്. അപ്പൊ അതും ഈ ആയത്തിലൂടെ വിരോധിച്ചു. അപ്പൊ മദ്യം എന്നുള്ളത്, ലഹരി എന്നുള്ളത് ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഘട്ടം ഘട്ടമായി വിരോധിക്കാനുള്ള ഒരു കാരണം അന്നത്തെ നാടിന്റെ സാമ്പത്തിക ആ സ്ഥിതി അത് വളരെയധികം ഈ മദ്യ കച്ചവടത്തിന്റെ മേലെ നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. അപ്പൊ അങ്ങനെ ഘട്ടമായിട്ട് അത് ഒഴിവാക്കുകയും പൂർണ്ണമായി അതിനെ നിരോധിക്കുകയും ചെയ്ത ആയത്താണ് ഇപ്പൊ നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകൾ. അപ്പൊ ഈ ആയത്തിൽ മദ്യം വിരോധിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ അപകടമായി ശൈത്താൻ ഉദ്ദേശിക്കുന്ന കാര്യവും പറഞ്ഞു. കാരണം പരസ്പരങ്ങളുടെ ഇടയിൽ ശത്രുത, പക, പ്രശ്നങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തടയണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ലഹരി ബാധിച്ച ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിക്കുക? എങ്ങനെ സാധിക്കില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിന് തടയാൻ എങ്ങനെ ശരിക്കും നിസ്കരിക്കാൻ സാധിക്കില്ല. അതാണ് പിശാചിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ അപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതിന്റെ ഗൗരവത്തിലുള്ള താക്കീതുകളും അതിന്റെ ശിക്ഷാ നടപടികളും, മദ്യപിച്ച കഴിഞ്ഞാൽ ചാട്ടവാറടി അടിക്കുന്നതും, അത് 80 ചാട്ടവാറടി ഉണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 100 നടപ്പിലാക്കിയതുകൊണ്ട് അങ്ങനെയുള്ള ശിക്ഷകൾ തീരുമാനിക്കുകയും പരലോകത്ത് അങ്ങനെയുള്ളവർക്ക് ഗൗരവമുള്ള ശിക്ഷ താക്കീത് ചെയ്യുകയും ചെയ്തു ഇസ്ലാമിലൂടെ. അങ്ങനെ മദ്യവും ചൂതാട്ടവും എല്ലാം വിരോധിച്ച ആയത്താണ് ഈ സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്ത്.
യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. സൂറത്തുൽ മാഇദയിലെ 1-2 ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്ന ആയത്തുകൾ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഥവാ ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയിട്ട് ഒരാൾ ഇഹ്റാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് നിഷിദ്ധമായ ചില കാര്യങ്ങളിൽ പെട്ടതാണ് മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യവുമാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലയബ്ലുവന്നകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനസ്സൈദി, എന്തെങ്കിലും ഒരു വേട്ടമൃഗത്തെ കൊണ്ട്, തനാലുഹു ഐദീക്കും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ കുന്തം കൊണ്ടോ ശൂലം കൊണ്ടോ എറിഞ്ഞു വീഴ്ത്തി നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി, ആരാണ് അദൃശ്യമായ അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്നറിയാൻ വേണ്ടി. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക്, അതിനുശേഷവും അത് ബോധ്യപ്പെട്ടതിന് ശേഷവും പരിധി ലംഘിക്കുന്നവൻ, അതിര് വിടുന്നവൻ, ഫലഹു അദാബുൻ അലീം, അവന് വേദനയേറിയ ശിക്ഷയുണ്ട്. അതായത് ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ മൃഗങ്ങളെ വേട്ടയാടരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്, അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന അവസ്ഥയിലാകുമ്പോൾ, ഇഹ്റാമിലായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുകൂടെ നിങ്ങൾക്കൊരു പക്ഷേ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുന്തം കൊണ്ടോ ശൂലം കൊണ്ടോ അല്ലെങ്കിൽ അമ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ എറിഞ്ഞുകൊണ്ടും പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തരുന്ന, അങ്ങനെ കൊണ്ടുവന്ന് കണ്ട് അള്ളാഹു പരീക്ഷിക്കും. എന്തിനാണ് അള്ളാഹു അങ്ങനെ പരീക്ഷിക്കുന്നത്? അള്ളാഹുവിനെ അറിയാൻ വേണ്ടി. മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ അവസ്ഥയിൽ അള്ളാഹുവിനെ ആരാണ് ഭയപ്പെടുന്നത്, അഥവാ ഞാൻ ഇഹ്റാമിലാണ് അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പാടില്ല, കാരണം അത്ര അടുത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇഹ്റാമിലായതുകൊണ്ട് അത് ഒഴിവാക്കുന്നു എന്ന നിലക്ക് അള്ളാഹുവിനെ ആരാണ് ഭയപ്പെടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാ മേഖലയിലുമുള്ള അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇപ്പോൾ നമുക്ക് വേട്ടയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശീലമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ വേട്ടയാടിയിട്ട് മൃഗങ്ങളെ പിടിക്കുന്ന, അവർ ഭക്ഷണയോഗ്യമാക്കുന്ന അവരുടെ ഒരു ശീലമാണത്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. അങ്ങനെയുള്ള ആളുകൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ അവരെ ഏറ്റവും അധികം കൊതിച്ച് വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ അവരെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന എടുത്തെത്തിയാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയാൽ അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ പേടിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും? ഇഹ്റാമിലായാലും കുഴപ്പമില്ല, അതിന് പിടിക്കാമെന്ന് വിചാരിക്കും. അള്ളാഹു അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ തരുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇഹ്റാമിലായിട്ട് ഇത് പാടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് ചെയ്യുന്ന ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ മേഖലയും, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില സമയത്തൊക്കെ ചില പാപങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും അത്. എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് നേടാൻ സാധിക്കുന്ന ഒരു ഹറാമായ കാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ജൂതന്മാരുടെ വിഷയത്തിൽ യൗമുസ്സബ്ത്, ശനിയാഴ്ച ദിവസം അവരോട് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ആ ദിവസം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരാഗ്രഹിക്കുന്ന, അവർ കടലിൽ പോയി പിടിക്കുന്ന മത്സ്യങ്ങളെ അവരുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അവരെ അടുത്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കാണുകയാണ്. അവരൊരുപാട് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പിടിക്കുന്ന മത്സ്യങ്ങളൊക്കെ അവരെ അടുത്ത് വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ കാണാണ്. പക്ഷെ അന്ന് അല്ലാഹു തആല എന്ത് പറഞ്ഞിട്ടുണ്ട്? മത്സ്യത്തെ നിങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണ്? അവരാ കണ്ടിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കൽപ്പന മറന്നുകൊണ്ട് അത് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ അല്ലാഹു തആല
നമ്മെ പരീക്ഷിക്കുന്ന ഒരു മേഖലയാണത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിൽക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായി നാം മാറണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിലൂടെ ഇങ്ങനെ നിങ്ങളെ പരീക്ഷിക്കും എന്ന് ഇഹ്റാമിലുള്ള ആളുകൾ അവർക്ക് ഈ വേട്ടമൃഗത്തെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് പരീക്ഷിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 95-ാമത്തെ ആയത്താണ്. 95-ാമത്തെ ആയത്ത് ഇതും ഇഹ്റാമിലായിക്കൊണ്ട് വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത് തന്നെയാണ്. തൊട്ടുമുമ്പുള്ളത്തെ ആയത്താണ് 94-ാമത്തെ ആയത്ത്. അതിനുശേഷമുള്ള ആയത്ത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. ആരെങ്കിലും ഇനി അങ്ങനെ വേട്ടയാടിപ്പോയി, അവർ ആ നിമിഷത്തിൽ ചെയ്തു പോയി, അപ്പം അതിനവർക്ക് എന്തുണ്ട്? കഫാറത്തുണ്ട്. അതിന് പകരം അവർ ചെയ്യേണ്ട ചില പ്രായശ്ചിത്തമുണ്ട്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തഖ്തുലു സ്വൈദ വ അൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വേട്ടയാടരുത്, വേട്ടമൃഗത്തെ പിടിക്കരുത്, കൊല്ലരുത് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ, വേണമെന്നുകൊണ്ട് വേട്ടയാടണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വേട്ടയാടി വേട്ടമൃഗത്തെ വധിക്കുകയാണ് എങ്കിൽ ഫജസാഉൻ, അവൻ അതിന് പകരം കൊടുക്കേണ്ട കാര്യം, അഥവാ അവനാ ചെയ്തതിന് പകരം അവൻ ചെയ്യേണ്ട കാര്യം, മിസ്ലു മാ ഖതല മിനൻ നഅം, ആട് മാട് ഒട്ടകത്തിൽ നിന്ന് അവൻ എന്തിനെയാണോ വേട്ടയാടിയത് അതിനോട് യോജിച്ച രീതിയിൽ ഒന്നിനെ അവൻ അറവ് നൽകണം. അതായത് അവൻ എന്തിനെയാണോ വേട്ടയാടിയത് അതിന് യോജിച്ച ഒരു കാര്യത്തെ. യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും ഹദിയൻ ബാലിഗൽ കഅബതി, പറയാണ് അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടാളുകൾ വിധി പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ളതാണ് ചെയ്യേണ്ടത്. അത് കഅബയുടെ അടുക്കൽ ചെയ്യുന്നത് പോലെ അവിടെ വെച്ച് ബലി നൽകണം. അതായത് എന്തിനെയാണോ വേട്ടയാടിയത് അതിന് അനുസൃതമായ ഒരു കാര്യത്തെ ആയിരിക്കണം അറിവ് നടത്തേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, അവനൊരു മാനിനെയാണ് വേട്ടയാടിയത് എങ്കിൽ അവനിവിടെ എന്തിനറക്കണം? അതിനോട് യോജിക്കുന്ന ഒരു ആടിനെ അറക്കണം. അതിനേക്കാൾ വലിയ എന്തെങ്കിലും ഒരു ജീവിയാണ് എന്നെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ആടിനെ, അതിനേക്കാൾ വലുതായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒട്ടകത്തിനെ. അപ്പൊ അതിന് യോജിച്ച, ഇവൻ വേട്ടയാടി കൊന്ന വേട്ടമൃഗത്തിനോട് യോജിച്ചതാണോ ഇവൻ അറുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നീതിമാന്മാരായിട്ടുള്ള രണ്ടാളുകൾ. കാരണം പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരാൾ പറയാണ് ആടിനെ വേട്ടയാടി, അപ്പൊ ആടിനെ ഇവിടെ മാടിനെ അറുക്കണം അല്ലെങ്കിൽ ഒട്ടകത്തിനെ അറുക്കണം. അപ്പോൾ രണ്ട് നീതിമാന്മാരായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെ മേലെ വിധി പറയേണ്ടത്, ഇവൻ എന്തിനെയാണ് പകരം മറക്കേണ്ടത് എന്ന്. ഇനി പകരം മറക്കാൻ ഒന്നിനും കിട്ടിയില്ല, അതിന് കഴിയുന്നില്ല എങ്കിൽ ഔ കഫാറത്തുൻ തുആമു മസാകീൻ, അതിന് പകരം അതിന് യോജിച്ചപ്പോൾ ഒരു മൃഗത്തെ അറുത്തിട്ട് എത്ര മിസ്കീനുകൾക്കാണോ കൊടുക്കാൻ പറ്റുക ആ മിസ്കീനുകൾക്ക് അവൻ ഭക്ഷണം നൽകുകയാണ് വേണ്ടത്. അതിന് പകരം അതിനെ യോജിച്ച രീതിയിൽ എത്ര ആളുകൾക്കാണോ കൊടുക്കേണ്ടത് ആ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ഔ അദ്ലു ദാലിക സിയാമൻ, അല്ലെങ്കിൽ ആ ഭക്ഷണം എത്ര ആൾക്കാണോ കൊടുക്കാൻ കണക്ക് വന്നത് അത്ര ദിവസം നോമ്പ് വിൽക്കണം. അതായത് ഇഹ്റാമിലായിക്കൊണ്ട് ഒരു വേട്ടമൃഗത്തെ കൊന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന് യോജിച്ച രീതിയിലുള്ള ഒരു ആടിനെയോ മാടിനെയോ ഒട്ടകത്തിനെയോ രണ്ട് നീതിമാന്മാരായ ആളുകളുടെ വിധി പ്രകാരം അവൻ അറിവ് കൊടുക്കണം. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ ഈ നീതിമാന്മാരായ ആളുകളുടെ കണക്ക് പ്രകാരം അവൻ കൊന്ന മൃഗത്തിന്റെ കണക്കിൽ അവൻ ഇത്ര മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകണം. ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ അവൻ എത്ര മിസ്കീനുകൾക്കാണോ ആ ഭക്ഷണം കൊടുക്കേണ്ട വിധിച്ചത്, എത്ര എണ്ണമാണോ അത്ര എണ്ണം അവൻ നോമ്പ് നോൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് പറയാൻ ലിയുദീഖ വബാല അംരിഹി, അവൻ ചെയ്തു കൂട്ടിയതിന്, അവൻ ചെയ്ത ആ പ്രവർത്തനത്തിന് അവന് പകരമായിക്കൊണ്ട് അവന് കിട്ടേണ്ട കാര്യമാണത് എന്ന് പറയാൻ. അഫല്ലാഹു അമ്മാ സലഫ്, നിങ്ങൾ ഈ വിധി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടിയിട്ടുള്ളതെല്ലാം അല്ലാഹു തആല പുറത്തു നൽകുന്നു, വിട്ടുവീഴ്ച ചെയ്തു നൽകുന്നു. വമൻ ആദ ഫയന്തഖിമുല്ലാഹു മിൻഹു, ഇനി ആരെങ്കിലും ഇത് ആവർത്തിച്ചാൽ, ഇനി ആരെങ്കിലും വീണ്ടും ഇത് ചെയ്താൽ അള്ളാഹു ശക്തമായ ശിക്ഷാ നടപടി അവരുടെ മേലെ എടുക്കും. വല്ലാഹു അസീസുൻ ദുൻതിഖാം, അല്ലാഹു തആല പ്രതാപിയാണ്, ശക്തമായ ശിക്ഷാ നടപടി നടപ്പിലാക്കുന്നവരുമാണ് എന്ന് അല്ലാഹു തആല പറയാം. അപ്പോൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടാൻ പാടില്ല. ഞാൻ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനുള്ള കഫാറത്ത് ഒന്നെങ്കിൽ ഒരു ബലിമൃഗം, അല്ലെങ്കിൽ മിസ്കീനുകൾക്ക് ഭക്ഷണം, അല്ലെങ്കിൽ അതിന്റെ അളവിൽ ഇത്ര ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. അത് രണ്ട് നീതിമാന്മാരായിട്ടുള്ള ആളുകൾ വിധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്.
അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ തന്നെ 101-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത്, ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ആ ചോദിച്ചതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്ന കാര്യമാവും. വൈൻ തസ്അലു അൻഹ, നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, ഹീന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങുന്ന സമയത്താണ് ചോദിക്കുന്നതെങ്കിൽ തുബ്ദലക്കും, ഖുർആനിലൂടെ നിങ്ങൾക്കത് അറിയിക്കും. അഫല്ലാഹു അൻഹ, അല്ലാഹു തആല നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു. വല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും ഹലീമുമാണ് എന്ന് പറയാണ്. ഇവിടെ എന്താണ് ഉദ്ദേശം? ഇവിടെ ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളിൽ ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ പല സാഹചര്യങ്ങൾ കൊടുക്കുന്നത് കാണാം. ഒരു സാഹചര്യം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങളുടെ മേലെ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ട് ഹജ്ജ് നിർബന്ധമാക്കിയെന്ന് അറിയിച്ചപ്പോൾ ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, പ്രത്യേകിച്ചും സുറാഖത്ത് ബിൻ മാലിക് ചോദിക്കുകയുണ്ടായി, അകുല്ലു ആമിൻ എന്ന് ചോദിച്ചു. എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, വേണ്ട. വലൗ ഖുൽതു നഅം, ഞാൻ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലവജബത്, അത് നിങ്ങളുടെ മേലെ നിർബന്ധമാകുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വലൗ വജബത് ലമസ്തതഅതും ഫത്റുകൂനി മാ തറക്തുകും, ഞാൻ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞു വിട്ടുപോയിട്ടുള്ളത് അവിടെ നിങ്ങൾ വിട്ടേക്കുക, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചിതാക്കരുത് എന്ന വിഷയത്തിന്റെ മേലെയാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അതായത് ദീനിലൊരു കാര്യം അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അതിൽ നമുക്ക് നമ്മുടേതായ ആ സൗകര്യത്തിൽ ചെയ്യാനുള്ള ഒരു തുറവി അവിടെ നൽകിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അതിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞെരുക്കമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ബനൂ ഇസ്രായേലുകൾ ചോദിച്ച പോലെ പശുവിനെ ഇറക്കാൻ പറഞ്ഞു. അവർക്കൊരു പശുവിനെ പിടിച്ച് അറുത്താൽ മതി. പക്ഷെ അവരെന്താ ചെയ്തത്? എന്താണ് നിറം, എന്താണ് രൂപം, എന്താണ് പ്രായം, എങ്ങനെയാണ് അതിന്റെ സിഫത്തുകൾ ചോദിച്ച് അവസാനം അവർക്ക് അങ്ങനെ ഒരു പശുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിൽ അവരായി. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത്. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞു. മറ്റൊരു സന്ദർഭം, ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഐന അബി, എൻ്റെ ഉപ്പ എവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ പൂർവ്വപിതാക്കന്മാർ എവിടെയാണ്, സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിക്കേണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണെന്ന് പറഞ്ഞു. അത് അവർക്ക്, ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഒരു പരിധി വിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ഉപകാരവുമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇങ്ങനെ ചോദ്യം മുൻഗാമികൾ ചോദിച്ചതിന്റെ പേരിൽ അവർ കുഫറിലെത്തുന്ന അവസ്ഥയിലായിട്ടുണ്ട് എന്ന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു തആല പറയാണ്, ഖദ് സഅലഹാ ഖൗമും മിൻ ഖബ്ലിക്കും സുമ്മ അസ്ബഹു ബിഹാ കാഫിരീൻ. ചില ആളുകൾ ഇത് ചോദിക്കുകയുണ്ടായിട്ട് മുമ്പ്, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ അങ്ങനെ ചോദിച്ച് മറുപടി കിട്ടിയപ്പോൾ അവർ അതിനെ നിഷേധിക്കുന്ന അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദീന്റെ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാം, പക്ഷെ സാങ്കല്പികമായിട്ട് ഇങ്ങനെ നടന്നാൽ അപ്പം എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കുക. ചില ഉലമാക്കൾ കാണാം, അവരോട് വല്ല ഫത്വ ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കും, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചോദിക്കും. ഒരാളിങ്ങനെ ആലോചിക്കുകയാണ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ ചെയ്യുക, അപ്പം അതിന്റെ ദീന്റെ വിധി എന്താ വെച്ചാൽ ആർത്തേലും പോയി ചോദിക്കും. അപ്പോൾ തിരിച്ചു ചോദിക്കും, ഇങ്ങനെ ഉണ്ടായോ, സംഭവിച്ചിട്ടുണ്ടോ ചോദിക്കും. സംഭവിച്ചിട്ടില്ല പറഞ്ഞാൽ പിന്നെ എന്തിനാ അറിയുന്നത്? സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അന്വേഷിച്ചാൽ മതി. അങ്ങനെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ഉപകാരവുമില്ലാത്ത ചോദ്യങ്ങൾ, അധികരിച്ച ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ളത് നിങ്ങൾ ചോദിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ്. അങ്ങനെ ചോദിച്ചിട്ട് വല്ലതും നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം നരകത്തിലാണോ ചോദിച്ചപ്പോൾ നരകത്തിലാണ് പറഞ്ഞപ്പോൾ അയാൾക്ക് വിഷമമായി. അപ്പൊ ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മുൻഗാമികൾ നിഷേധിച്ച പോലെ കുഫറിലാകുന്ന അവസ്ഥ വരും. അപ്പൊ അതിന്റെ ചില കാര്യങ്ങൾ അള്ളാഹു റസൂലും നിങ്ങൾക്ക് വിശാലത തന്നിട്ടുള്ള വിഷയങ്ങൾ പിന്നെ ചോദിച്ച് ഞെരുക്കമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അള്ളാഹു തആല ഈ ആയത്ത് അവസാനിപ്പിച്ചത് വല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഗഫൂറാണ് ഹലീമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 105-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. നിങ്ങളുടെ സ്വന്തത്തിന് നന്മയുണ്ടാക്കുന്ന, ഉപകാരമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ചെയ്യുക. ലാ യദുറുക്കും മൻ വല്ല ഇദഹ്തദൈതും,
നിങ്ങൾ ഹിദായത്തിലാവുകയാണ് എങ്കിൽ, നേരായ മാർഗത്തിലാണ് എങ്കിൽ, പിഴച്ച ആളുകൾ നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ. ഇലല്ലാഹി മർജിഉക്കും, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം, ജമീഅ എല്ലാവരുടെയും, ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി അള്ളാഹു അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ അള്ളാഹു തആല ആരംഭിച്ചത് തന്നെ അവരവരുടെ കാര്യം നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മേലെ നമുക്ക് നന്മ വരുത്തേണ്ട, നമുക്ക് നമ്മെ നന്നാക്കേണ്ട, നമ്മെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ അറിയുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതിലൊരു കുറവും വരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ കാര്യം നോക്കണം. ചില ആളുകൾ സ്വന്തത്തിന് അവന്റെ കാര്യം, അവന് പരലോകത്ത് ഉപകരിക്കുന്ന കാര്യം, അവന്റെ നേരായ മാർഗത്തിൽ ചെയ്യേണ്ടത്, ഇതൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ നടക്കുന്നത് കാണാം. അങ്ങനെ ആവരുത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ പിഴച്ച ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, അവർ പിഴച്ചതിന്റെ പേരിൽ അവർക്കേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് യാതൊരു ദോഷവുമില്ല. എന്നാൽ ഈ ആയത്ത് ഒരിക്കലും ചില ആളുകൾ ധരിക്കുന്നത് പോലെ നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട, ദഅവത്ത് ചെയ്യേണ്ട, ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കേണ്ട, ആളുകളെ നന്മ കൽപ്പിക്കേണ്ട, തിന്മ ഒന്നും ചെയ്യേണ്ട എന്നല്ല അതിന്റെ ഉദ്ദേശം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും തഖ്റഊന ഹാദിഹിൽ ആയ, നിങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും, ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ, ചില ആളുകൾ വിചാരിച്ചു പോയിരുന്നു അവനവന്റെ കാര്യം നോക്കിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട, ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കണ്ട, ആളുകളോട് നന്മ കൽപ്പിക്കണ്ട, തിന്മ വിരോധിക്കണ്ട, ഓരെന്താ ആയിക്കോട്ടെ, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് നിങ്ങൾ ഈ ആയത്ത് കൊണ്ട് വിചാരിക്കുന്നത് എങ്കിൽ അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, വഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻ റഅന്നാസു ളാലിമ ഫലം യഖുദു അലാ യദിഹി, ജനങ്ങൾ ഒരു അക്രമിയെ കാണുകയും, അഥവാ ഒരു ഉൽമ ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, തിന്മയിൽ മുഴുകുന്ന, പാപങ്ങൾ ചെയ്യുന്ന, അത് പ്രവർത്തിക്കുന്ന, അത് കൽപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്ന ആളെ കാണുകയും അതിനെ അവന്റെ കൈ പിടിച്ച് തടയാതിരിക്കുകയും, അതിനെ എങ്ങനെയാണോ തടയാൻ പറ്റുക അതിനെ തടയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഔശക അയ്യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു, അള്ളാഹുവിന്റെ ശിക്ഷ അവർക്കെല്ലാവർക്കും മുഴുവനായി ബാധിക്കാനായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയിട്ട് നന്മ കൽപ്പിക്കണ്ട, തിന്മ വിരോധിക്കണ്ട, അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് അറിയിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം നോക്കണം, അത് ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ ഇൽമു നേടണം, അത് അമല് ചെയ്യണം, പക്ഷെ അവിടെ നിൽക്കണം എന്നല്ല അതിന്റെ ഉദ്ദേശം. കാരണം നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ പ്രചരിപ്പിക്കുമ്പോൾ, ശിർക്ക് വളരുമ്പോൾ, വിദഅത്ത് വളരുമ്പോൾ, മഅസിയത്തുകൾ വളരുമ്പോൾ, കുഫ്ർ വളരുമ്പോൾ നമ്മൾ അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യണം. നമുക്കത് കൈകൊണ്ടാണോ തടയാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ ഒരു മുൻകർ കാണാൻ, ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം കാണാൻ, വസ്തതാഅ അൻ യുഗയ്യിറഹു ബിയദിഹി ഫൽയുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ അത് കൈകൊണ്ട് തടയുക. ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി, കൈകൊണ്ട് തടയാൻ പറ്റൂല, വേറെ കുറെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, നാവ് കൊണ്ട് അതിനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ തടയാൻ നോക്കുക. അതിനും പറ്റില്ലെങ്കിൽ ഫഇൻ ലം യസ്തതി' ബിഖൽബിഹി, ഖൽബ് കൊണ്ട് അതിനെ വെറുക്കെങ്കിലും ചെയ്യുക. അത് ഈമാനിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതിന്റെ അനന്തരഫലം നമ്മെ ബാധിക്കും, നമ്മുടെ മക്കളിൽ ബാധിക്കും, നമ്മുടെ കുടുംബത്തിൽ ബാധിക്കും, മുസ്ലിമീങ്ങളെ ബാധിക്കും. അപ്പോ തിന്മകൾക്കെതിരെ, പാപങ്ങൾക്കെതിരെ, ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ, കുഫറിനെതിരെ, മഅസിയത്തിനെതിരെ, അതുപോലെ തന്നെ എന്തെല്ലാം പിഴച്ച കാര്യങ്ങളുണ്ടോ അതിനെതിരെ സംസാരിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിനെക്കുറിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് പഠിപ്പിക്കുക, മുസ്ലിമീങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഏത് മുസ്ലിമേ ബാധ്യതയാണ്. പക്ഷെ ഔല, ഒന്നാമത്തെ പ്രാധാന്യമുള്ളത് അവനവന്റെ കാര്യം ശ്രദ്ധിക്കണം, അതുപോലെ ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയാം. എന്നിട്ട് പറഞ്ഞു, ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങൾ എല്ലാവരും അടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്താണോ അത് അല്ലാഹു തആല അറിയിക്കും, അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകും, അത് അല്ലാഹു അറിയിക്കുന്നതാണ് എന്ന് ഈ ആയത്തിലൂടെ പറയാൻ. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിൽ, നമ്മുടെ സ്വന്തത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയും അമലാക്കുകയും വേണം.
അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതല്ല എങ്കിൽ അതിൻ്റെ ദോഷം നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാകും. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന അവസാന ആയത്താണ്. സൂറത്തുൽ മാഇദയിലെ 106-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ മരണപ്പെടുന്ന സമയത്ത് മരണാസന്നരായി നിൽക്കുമ്പോൾ വസിയ്യത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഷഹാദതു ബൈനിക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഹീനൽ വസിയ്യത്തി ഇത്നാനി ദവാ അദ്ലിൻ മിൻകും. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ആരെങ്കിലും മരണം ആസന്നമായി കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വസിയ്യത്ത് ചെയ്യണം. വസിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ മരണപ്പെട്ടാൽ അനന്തരാവകാശികൾക്ക് അതിൻ്റെ നിയമം അനുസരിച്ച് അങ്ങനെ പോകും. എന്നാൽ അവൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവൻ്റെ 1/3 വരെ അവന് വസിയ്യത്ത് ചെയ്ത് അവന് ദാനധർമ്മമായിട്ട് നൽകാനോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് നൽകാനോ, ഈ ആളുകൾക്കല്ലാതെ അനന്തരാവകാശം ലഭിക്കുന്ന ആളുകൾക്കല്ലാതെ പുറത്തുള്ള ആളുകൾക്ക് അയാൾക്ക് വസിയ്യത്ത് ചെയ്യാനുള്ളതുണ്ട്. അപ്പം അങ്ങനെ വേറെ എന്തെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് വസിയ്യത്ത് മരണാസന്നരായി കിടക്കുമ്പോൾ നിങ്ങൾ വസിയ്യത്ത് ചെയ്യണം. അത് മരണം എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു രാത്രി പോലും വസിയ്യത്തില്ലാതെ നമ്മുടെ കാര്യങ്ങൾ എഴുതി വെക്കാതെ ഇരിക്കരുത് എന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് സമ്പത്തുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ ആ വസിയ്യത്ത് മരണാസന്നരായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് 2 സാക്ഷികൾ വേണം. ദവാ അദ്ലിൻ മിൻകും. മിൻകും എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സത്യവിശ്വാസികളായ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 2 ആളുകളുടെ സാക്ഷ്യം നിർത്തിക്കൊണ്ട്, 2 ആളുകൾ സാക്ഷിയായിരിക്കെ വേണം മരണാസന്നരായിട്ടുള്ള ഒരു വ്യക്തി അവന്റെ വസിയ്യത്ത് പറയാൻ വേണ്ടി. ഔ ആഖറാനി മിൻ ഗൈരിക്കും. ഇനി മുഅ്മിനീങ്ങളെ കിട്ടുന്നില്ല, 2 മുസ്ലിമുകൾ ഇല്ല എന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ മുസ്ലിം അല്ലാത്ത 2 ആളുകൾ ഏത് സന്ദർഭത്തിൽ? ഇൻ അൻതും വറബ്തും ഫിൽ അർളി ഫഅസ്വാബത്കും മുസീബത്തുൽ മൗത്ത്. നിങ്ങളൊരു യാത്രയിലാണ്, നിങ്ങൾ നാട്ടും വീടൊക്കെ വിട്ട് ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് മരണാസന്നമാകുന്ന ഒരു അവസ്ഥയിലെത്തി. അവ മുസ്ലിമുകളായിട്ട് 2 ആളുകൾ കിട്ടാനില്ല. ആ സമയത്ത് മുസ്ലിം അല്ലാത്ത 2 ആളുകളെ, ജൂത നസാറാക്കളിൽപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് ദിമ്മികളായിട്ടുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. കാരണം ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ എന്താക്കാൻ പറ്റൂല? സാക്ഷിയാക്കാൻ പറ്റൂല. എന്നാൽ ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ ജിസിയ കൊടുത്തുകൊണ്ട് താമസിക്കുന്ന ദിമ്മികൾ, ജൂത നസാറാക്കൾ, അവരെ 2 പേരെ മുസ്ലിങ്ങൾ കിട്ടാത്തതുകൊണ്ട് എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അവരെ 2 പേരെ സാക്ഷിയായിട്ടാണെങ്കിലും നിങ്ങൾ വസിയ്യത്ത് ചെയ്യണം, നിങ്ങൾ ഈ കാര്യം പറയണം. എന്നിട്ട് പറയാണ് അങ്ങനെ വസിയ്യത്ത് ചെയ്തു, അത് കഴിഞ്ഞു, അയാൾ മരണപ്പെട്ടു, വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. തഹ്ബിസൂനഹുമാ മിൻ ബഅദി സ്വലാത്തി ഫയുഖ്സിമാനി ബില്ലാഹ് ഇൻ ഇർതബ്തും എന്ന് പറയാണ്. നീ മരണപ്പെട്ട ആളുടെ കുടുംബക്കാർക്ക് എന്തെങ്കിലും ഈ വസിയ്യത്ത് ചെയ്ത വിഷയത്തിൽ സംശയം ഉണ്ടാവാണ്, ഈ സാക്ഷികൾ പറയുന്നത് ശരിയല്ല, ഇത് കളവാണോ, ഇവരുണ്ടാക്കി പറയാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് എങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, ജമാഅത്തായിട്ട് മസ്ജിദിൽ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ 2 സാക്ഷികളെ അവിടെ ജനങ്ങൾക്ക് മുമ്പിലായിക്കൊണ്ട്, മുഅ്മിനീങ്ങളുടെ മുമ്പിലായിക്കൊണ്ട് നിർത്തിക്കൊണ്ട് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയിപ്പിക്കണം. അതായത് ഇവർ കേട്ട ഈ സാക്ഷ്യം, ഈ മരണപ്പെട്ട ആളിൽ നിന്ന് കേട്ടത് അത് സത്യമാണ് എന്നുള്ളത് അവർ നിന്ന് ഈ നിസ്കാരത്തിന് ശേഷം മസ്ജിദിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് പറയണം. അവരെന്താ പറയേണ്ടത്? ലാ നശ്തരി ബിഹി തമനം വലൗ കാന ദാ ഖുർബ വലാ നക്തും ഷഹാദത്തല്ലാഹി ഇന്നാ ഇദൻ ലമിനൽ ആതിമീൻ. അവർ പറയട്ടെ, ഞങ്ങളുടെ അടുത്ത കുടുംബമാണെങ്കിൽ പോലും ഞങ്ങൾ ഈ സാക്ഷ്യത്തിന്റെ പേരിൽ ഭൗതികമായ ഒരു നേട്ടവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ സാക്ഷ്യം അള്ളാഹുവിന് വേണ്ടി സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അതല്ല എങ്കിൽ ഞങ്ങൾ പാപികളാണ് എന്ന നിലക്ക് അവർ പറയട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് വസിയത്തുമായി ബന്ധപ്പെട്ട ചില ഫിഖ്ഹിയായ മസ്അലകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഈ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സമ്പത്തുള്ള സ്വത്തുക്കളുള്ള ആളുകൾ മരണമാസന്നമാകുമ്പോൾ, അതല്ലെങ്കിൽ അവർ ഓരോ രാത്രിയിലും തന്നെയും അവർ വസിയത്തുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കണം. ഇനി മരണാസന്നമായ സമയത്ത് 2 സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ സാക്ഷിയായി വെച്ചുകൊണ്ട് അവർ അവരുടെ വസിയത്ത് ചെയ്യണം. ഇനി യാത്രയിലോ മറ്റോ പെട്ടെന്ന് മരണം ആസന്നമാകുന്ന അവസ്ഥയിലാണെങ്കിൽ 2 മുഅ്മിനീങ്ങളെ കിട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും 2 ദിമ്മികളിൽപ്പെട്ട ഇസ്ലാമിന് പുറത്തുള്ള ആളുകളെ സാക്ഷിയായിട്ടാണെങ്കിലും അവരത് ചെയ്യണം. ഇനി ഈ കുടുംബക്കാർക്ക് ഈ സാക്ഷികൾ അവർ ചെയ്തതിൽ കളവുണ്ട്, അവർ പറയുന്നത് ശരിയല്ല എന്ന സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ മസ്ജിദിൽ നിസ്കാരത്തിന് ശേഷം ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്
അള്ളാഹുവിൽ അവർ സത്യം ചെയ്ത് പറയണം, ഞങ്ങൾ ഇതിൻ്റെ പേരിൽ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, ഭൗതികമായ നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്താൽ അത് ഞങ്ങൾ പാപികളായി തീരും എന്ന നിലയ്ക്ക് സത്യം ചെയ്ത് അവർ പറയട്ടെ, ഈ വസിയത്ത് സത്യസന്ധമാണ് എന്നുള്ളത് പറയട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിന് തൊട്ടടുത്ത ആയത്തുകളിലും വസിയത്തുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിലെ ചില മസലകൾ പറയുന്നുണ്ട്. അത് വിഷയം കുറച്ച് വിശാലമാകുമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ആശയം എത്ര മനസ്സിലാക്കുക. യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 15-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതുമുൽ ലദീന കഫറൂ സഹ്ഫൻ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ. സൂറത്തുൽ അൻഫാൽ യുദ്ധസന്ദർഭത്തിലെയും അതുപോലെ ജിഹാദിനെ സംബന്ധിച്ചും അതുപോലുള്ള കാര്യങ്ങളാണ് ഭൂരിഭാഗവും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഇദാ ലഖീതുമുൽ ലദീന കഫറൂ സഹ്ഫൻ, കുഫാറുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിങ്ങളോട് സൈന്യമായി അവരൊരുമിച്ച് കൂടി നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് മുന്നിടുന്ന സന്ദർഭത്തിൽ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ, നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടരുത്, നിങ്ങൾ പിന്തിരിഞ്ഞ് പോകരുത് എന്ന് അല്ലാഹു തആല പറയാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ഈമാനികമായിട്ടുള്ള ഒരു ധീരത നിങ്ങൾ കാണിക്കണമെന്നാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും യുദ്ധസന്ദർഭത്തിലെല്ലാം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതും ശത്രുക്കൾക്കെതിരെ പോരാടാൻ പിന്തിരിയാതെ നിൽക്കുക എന്നുള്ളതും ഒന്ന് ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന കാര്യമായിരിക്കും, രണ്ട് മുഅ്മിനീങ്ങൾക്ക് തന്നെ പരസ്പരം കെട്ടുറപ്പ് നൽകുന്ന, അവർക്ക് ആ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ യുദ്ധസന്ദർഭത്തിൽ പിന്തിരിഞ്ഞോടുക എന്നുള്ളത് എന്താണ്? ഗൗരവമായിട്ടുള്ള ഒരു വൻപാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം പിന്തിരിഞ്ഞു പോരാനുള്ള അനുവാദമുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ അതാണ് അല്ലാഹു തആല പറയുന്നത്, വമൻ യുവല്ലിഹിം യൗമഇദിൻ ദുബ്റഹു, ആരാണോ ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത്, ഇല്ലാ മുതഹദ്ദിഫൻ ലിഖിതാൽ ഔ മുതഹയ്യിസൻ ഇലാ ഫിഅത്തിൻ, ഒന്നെങ്കിൽ യുദ്ധതന്ത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് പിന്നിലേക്ക് വന്നിട്ട് ഒന്നുകൂടി ശക്തമായി ആക്രമിക്കാനോ അല്ലെങ്കിൽ യുദ്ധതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പിന്തിരിഞ്ഞു പോരാം. അതല്ലെങ്കിൽ മറ്റൊരു ഇസ്ലാമിക സൈന്യം വരുന്നുണ്ട്, അതിനോടൊപ്പം ചേരാൻ വേണ്ടി, അതിനോടൊപ്പം എത്താൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, പിന്തിരിഞ്ഞു പോരുകയാണെങ്കിലൊക്കെ ഒഴിവുണ്ട്. ഒരിക്കൽ ഒരു യുദ്ധത്തിന് സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. ആ കൂട്ടത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അടക്കമുള്ള ചില സ്വഹാബികൾ അവർ പിന്തിരിഞ്ഞു പോരേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ അവർ മദീനത്തെത്തിയപ്പോൾ അവർക്ക് വളരെ വലിയ കുറ്റബോധം തോന്നി, യുദ്ധസൈന്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നു എന്ന നിലക്ക്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് നഹ്നുൽ ഫറാറൂൻ, റസൂലെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളുകളായിപ്പോയി എന്ന നിലക്ക് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതുമുൽ അക്കാറൂൻ വ അന ഫിഅതുക്കും, പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ളവരല്ല, നിങ്ങൾ ഒന്നുകൂടിയും ചേർന്ന് വീണ്ടും യുദ്ധത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കേണ്ടായി. അപ്പോൾ എന്തെങ്കിലും ഒരു യുദ്ധതന്ത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സൈന്യത്തിനോടൊപ്പം ചേരാൻ വേണ്ടിയിട്ടോ എല്ലാം പിന്തിരിഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ യുദ്ധത്തിൽ നിൽക്കുന്നതിൽ നിന്ന് ആ സൊഫിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് ഫഖദ് ബാഅ ബിഗളബിൻ മിനല്ലാഹി വമഅവാഹു ജഹന്നം, അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണക്കാരായിട്ടുണ്ട്, അത് നേടിയിട്ടുണ്ട്, അവർക്ക് നരകമാണ് ശിക്ഷയായിട്ടുള്ളത്. വൻഭാവമാണ് യുദ്ധസൈന്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക, ഇതുപോലെയുള്ള തിരിച്ച് ആക്രമിക്കാനും പറ്റുള്ള കാരണമല്ലാതെ പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് വൻപാപത്തിലാണ് എണ്ണിയിട്ടുള്ളത്. കാരണം അത് മുഅ്മിനീങ്ങൾക്ക് ദൃഢ നൽകുന്നതും കുഫാറുകൾക്ക് ശത്രുക്കൾക്ക് ഭയപ്പെടുത്തുന്നതുമായ കാര്യമാണ്. ഇനി സൂറത്തുൽ അൻഫാലിലെ തന്നെ 66-ാമത്തെ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അതായത് ശത്രു സൈന്യം വളരെ വലുതാണ് എങ്കിൽ, വളരെ വലിയൊരു സംഘമാണ് അവർ എങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് പോരാനുള്ള അനുവാദമുണ്ട് എന്ന നിലക്കൊക്കെ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് സൂറത്തുൽ അൻഫാലിലെ തന്നെ 66-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് വേറൊരു ചർച്ചയുള്ളതാണ്. എന്നിരുന്നാലും അടിസ്ഥാനപരമായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുക എന്നുള്ളത് ഗൗരവമുള്ള പാപമാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളും നമുക്ക് കാണാം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ, അഹ്സാബ് യുദ്ധം നമുക്കറിയാവുന്നതുപോലെ വളരെ വലിയൊരു സംഘം ശത്രുക്കളാണ് മദീനയെ നേരിട്ടുകൊണ്ട് വന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ലാ തതമന്നൗ ലിഖാ അൽ അദു, ശത്രുവിനെ കണ്ടുമുട്ടണം, യുദ്ധം ഉണ്ടാവണം എന്ന് നിങ്ങളിങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അമ്നും നിർഭയത്വവും അതുപോലെ തന്നെ ഏറ്റവും സുരക്ഷിതത്വമാണ് ഏറ്റവും അഫ്ളൽ. പക്ഷേ ശത്രുവിനെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഫഇദാ ലഖീതുമൂഹും, പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം എത്തി, നിങ്ങൾ സൈന്യത്തിലെത്തി കണ്ടുമുട്ടുന്ന അവസ്ഥ എത്തിയാൽ ഫസ്ബിറു, നിങ്ങൾ ക്ഷമയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കണം. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നൽ ജന്നത തഹ്ത ദിലാലിസ് സുയൂഫ്, സ്വർഗം എന്നുള്ളത് വാളിൻ്റെ നിഴലിന് ചോട്ടിലാണ്, വാളിൻ്റെ തണലിലാണ് സ്വർഗമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരണപ്പെടുക, ഷഹീദാവുക എന്നുള്ളത് സ്വർഗം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആയത്തിൽ മുഅ്മിനീങ്ങളോട് ജിഹാദിൻ്റെ സന്ദർഭത്തിൽ, യുദ്ധ സന്ദർഭത്തിൽ പിന്തിരിഞ്ഞ് പോരരുത് എന്നുള്ളതിനെ അറിയിക്കുന്നതും അവിടെ സുബ്റോടുകൂടി സബാത്തോടുകൂടി നിലനിൽക്കണം, അത് ഈമാനികമായിട്ടുള്ള ധൈര്യത്തെ അറിയിക്കുന്നതും മുസ്ലിമീങ്ങൾക്ക് ഒരു ദൃഢത നൽകുന്നതും കുഫാറുകളെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാലിലെ തന്നെ 20-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അطീഉല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. ഇതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, അطീഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അതൊരു മുസ്ലിമിൻ്റെ മേലെ, മുഅ്മിൻ്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള, ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ വന്നാൽ അതനുസരിക്കണം. അള്ളാഹും റസൂലും ഒരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഒഴിവാക്കണം എന്നുള്ളത് ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ, നിങ്ങളത് കേട്ടിട്ടും കേൾക്കുന്ന അവസ്ഥയിലായിട്ടും ശ്രദ്ധിക്കാതെ അനുസരണമില്ലാതെ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈമാനിൻ്റെ ആളുകളാണ് എങ്കിൽ, മുഅ്മിനീങ്ങളാണ് എങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ് നമ്മൾ നിർവഹിക്കുക എന്നുള്ളത്. അത് ഒഴിവാക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കലും നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ചില ആളുകളുടെ പോലെ ആകരുത്, അഥവാ കുഫാറുകളെയും മുനാഫിഖീങ്ങളെയും പോലെ ആകരുത് എന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയാണ്, വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ, നിങ്ങൾ ഏതുപോലെ ആകരുത്, ഞങ്ങളിതാ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അഥവാ യഥാർത്ഥത്തിൽ ആ കൽപ്പന അനുസരിക്കാനുള്ള ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു താല്പര്യമോ ഒന്നുമില്ലാതെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വെറുതെ പറയുന്ന കുഫാറുകളും മുനാഫിഖീങ്ങളൊക്കെ പറയുന്നത് പോലെ നിങ്ങളാകരുത്. നിങ്ങൾ സമീഅന എന്ന് പറഞ്ഞാൽ അത് കേട്ട് അതിന് ഉത്തരം ചെയ്യാൻ, അനുസരിക്കാൻ തയ്യാറായിട്ടുള്ളതായിരിക്കണം ആ മറുപടി, അല്ലാതെ വെറുതെ പറയരുത്. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മു അൽബുക്മു അല്ലദീന ലാ യഖിലൂൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഷെറ് നിറഞ്ഞ ആളുകൾ, ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബധിരരും മൂകരുമായിട്ടുള്ള, കേൾക്കാത്തതും ഹക്ക് കേൾക്കാത്തവരും ഹക്ക് സംസാരിക്കാത്തതുമായിട്ടുള്ള ആളുകളാണ്. ഇവിടെ സാധാരണഗതിയിൽ ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആളുകളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനും റസൂലിനും കൽപ്പനകൾ അനുസരിച്ച് കേൾക്കാൻ തയ്യാറില്ലാത്ത, അത് പറയാൻ തയ്യാറില്ലാത്ത ആളുകൾ, അതായത് ഹിസ്സിയായിട്ടുള്ള, ശാരീരികമായിട്ട് കേൾവി ഉണ്ടാവും, ചിലപ്പോൾ സംസാരിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാവും, പക്ഷേ ദീൻ അനുസരിക്കാനും അള്ളാഹുവിൻ്റെ റസൂലിനും കൽപ്പനകൾ ഉൾക്കൊള്ളാനും കേൾക്കാനും അതിനനുസരിച്ച് ഹക്ക് പറയാനും ഒന്നും തയ്യാറല്ലാത്ത ജീവികൾ, അഥവാ കുഫാറുകളും മുനാഫിഖീങ്ങളുമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ജീവികൾ. വലു അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും, എന്നിട്ട് അള്ളാഹു പറയാണ്, ആ കൂട്ടരിൽ, അഥവാ ആ ഹക്ക് കേൾക്കേണ്ട, അനുസരിക്കേണ്ട മനസ്സിൽ കേൾക്കാത്ത ആളുകളെ കേൾപ്പിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അവരിൽ എന്തെങ്കിലും ഖൈർ അള്ളാഹു അറിഞ്ഞിരുന്നെങ്കിൽ അവരെ അള്ളാഹു കേൾപ്പിക്കുമായിരുന്നു. കേൾപ്പിക്കാനുള്ള ഉദ്ദേശം ആ ഹക്ക് അംഗീകരിക്കാനും അതിന് ഉത്തരം ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് കൊടുക്കുമായിരുന്നു.
പക്ഷെ എന്നിട്ട് അള്ളാഹു പറയാണ് വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. പക്ഷേ അവരെ ഇത് ഭൗതികമായി കേൾപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ പിന്തിരിഞ്ഞു പോകുന്ന ആളുകളാണ് എന്ന് അള്ളാഹു തആല കുഫാറുകളെ പറ്റി പറയാണ്. ഇവിടെ മുഅ്മിനീങ്ങളോടുള്ള കൽപ്പന അള്ളാഹുവിനോടും റസൂലിനോടും അനുസരിക്കുന്ന ആളുകളായിരിക്കണം. അള്ളാഹു കൽപ്പിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ, റസൂല് കൽപ്പിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ, അള്ളാഹു വിരോധിച്ചു റസൂല് വിരോധിച്ചതാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹവക്ക് അവിടെ താല്പര്യം ഉണ്ടാവരുത്. എന്നാലും എനിക്കത് ഇഷ്ടമല്ല, അള്ളാഹ് ഒരു കാര്യം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, ഒരാൾ പറയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ പാടില്ല. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്, അതായിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും നമ്മുടെ താല്പര്യങ്ങളെക്കാളും നമ്മുടെ ഇച്ഛയെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ലാതെ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും കേൾക്കാതെ അനുസരിക്കാതെ തയ്യാറാകാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകൾ, ചെവി കേൾക്കാത്ത ഹക്ക് സംസാരിക്കാത്ത ആളുകളെ പോലെയാണ്. അത് അല്ലാഹു ശർറു ദവാബ്, ജീവികളിൽ ഏറ്റവും ഷെറ് നിറഞ്ഞവരാണ് എന്ന് അല്ലാഹു തആല പറയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ ആയത്താണ്. സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സ്തജീബു ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യുക. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിന് വിളിച്ചാൽ, ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു കാര്യത്തിന് അള്ളാഹും റസൂലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് ഉത്തരം ചെയ്യുക. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അല്ലാഹു തആല ഒരു വ്യക്തിയുടെയും അവന്റെ ഖൽബിന്റെയും ഇടയിൽ മറയിടുന്ന ഒരവസ്ഥയുണ്ടാകും. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇതിൽ ഒന്നാമത് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അള്ളാഹും റസൂലും ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ള ശരീരവും ആകാശലോകത്തുനിന്ന് അള്ളാഹു അതിലേക്ക് നൽകിയിട്ടുള്ള റൂഹം ചേർന്നതാണ് മനുഷ്യന്റെ ശരീരം എന്നുള്ളത്. മനുഷ്യന്റെ ശരീരഘടന, ഭൗതികമായിട്ടുള്ള ഈ ജസദ്, അത് മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ, ഭക്ഷണങ്ങൾ, പോഷകങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഭൂമിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിൽ നിന്ന് മുളക്കുന്ന ചെടികൾ, കായ്കനികൾ, അത് ഭക്ഷിച്ചിട്ടുള്ള കന്നുകാലികൾ, അതിൻ്റെ മാംസം, അതിൻ്റെ പാല്, ഇതൊക്കെയാണ് അല്ലാഹു തആല ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വെച്ചിട്ടുള്ളത്. എന്നാൽ റൂഹ് എന്നുള്ളത് ആകാശലോകത്ത് നിന്ന് അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഭക്ഷണം, അതിനുള്ള പോഷകങ്ങൾ അത് ആകാശലോകത്ത് നിന്ന് വരണം. അതിൻ്റെ ജീവൻ അത് ആകാശലോകത്ത് നിന്ന് വരണം. അഥവാ കൽബിൻ്റെ ജീവനല്ല, അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. അത് അള്ളാഹും റസൂലും ക്ഷണിക്കുന്ന, കൽപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൽബിൻ്റെ ജീവൻ, റൂഹിൻ്റെ ജീവൻ എന്നുള്ളത്. അള്ളാഹും റസൂലും കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യലും വിരോധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കലും. അപ്പം അങ്ങനെ നിങ്ങളുടെ കൽബിന് ജീവൻ ഉണ്ടാക്കുന്ന, നിങ്ങളുടെ റൂഹിന് ആത്മീയമായിട്ടുള്ള ജീവൻ നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ അള്ളാഹും റസൂലും അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യണം. അത് സ്വീകരിക്കാതെ അതിന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളാവരുത്. അങ്ങനെ ആയാലുള്ള അപകടം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, വഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അള്ളാഹു അവൻ്റെയും ഒരു മനുഷ്യൻ്റെയും അവൻ്റെ കൽബിൻ്റെയും ഇടയിൽ ഒരു മറയിടുന്ന അവസ്ഥയുണ്ടാകും. അതായത് അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് അടിമകളുടെ കൽബ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന ദുആ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലെങ്കിൽ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി ഇലാ തഅതിക്, ഇങ്ങനെയെല്ലാം വന്നിട്ടുള്ളത്. കാരണം കൽബ് അള്ളാഹു തആല തെറ്റിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ആ നേരായ മാർഗത്തിൽ എത്താൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ റൂഹിന് ജീവൻ ലഭിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പഠിക്കുകയും വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമ്, ഖുർആനും ഹദീസും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ആത്മീയമായിട്ടുള്ള റൂഹിനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ, ജീവൻ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് ജീവൻ, അല്ലാത്ത വെറും മയ്യത്തിന് തുല്യമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശരിക്കും പരിശ്രമിക്കണം. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ നമ്മൾ സംസാരിക്കാൻ വന്നിരുന്നു. അവൻ മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. ഇടക്കാലത്ത് നിരീശ്വരവാദികളുടെ, മുൽഹിദീങ്ങളുടെ കുറേ സംസാരങ്ങൾ കേൾക്കാനിടയായിട്ട് അവന് ശുഭത്ത് ബാധിച്ചു. ശേഷം അവന് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് തന്നെ വന്നിട്ട് അവൻ്റെ ബുദ്ധിമുട്ട് പറയാണ്. അവനൊന്നും ലഭിക്കുന്നില്ല. അവന് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുകയാണെന്നുള്ളത് തോന്നുന്നില്ല. അവൻ്റെ കൽബിൽ ഒരു ബന്ധവും കിട്ടാത്ത അവസ്ഥയിൽ അവൻ ആയിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷമം പറയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകലുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നതിലേക്ക് പോയാൽ
പിന്നെ ഖൽബിന് മറയിടുന്ന അവസ്ഥ വന്നാൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആയത്ത് അവസാനത്തിൽ അള്ളാഹു അവസാനിപ്പിക്കുകയാണ്, വന്നഹു ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്, അള്ളാഹുവിലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത് എന്നും പറയുകയാണ്. അപ്പോൾ ദീനിൻ്റെ ഇൽമുകൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ, അതുപോലെ തന്നെ ഖുർആനും ഹദീസും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്നുള്ള കൽപ്പനയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ-റസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തഖൂനുല്ലാഹ വർ-റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ചതിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ അമാനത്തുകൾ അതിലും ചതിയും വഞ്ചനയും കാണിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. ഇവിടെ അള്ളാഹുവിനെയും റസൂലിനെയും ചതിക്കുക, വഞ്ചിക്കുക, അമാനത്തുകൾ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്തുണ്ട്, അതാണ് ഈ ദീന്. അതായത് ഈ ദീനനുസരിച്ച് ജീവിക്കുകയും വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥയും സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് സ്വർഗവും അതുപോലെ തന്നെ അല്ലാത്ത ചെയ്ത ഹറാമുകൾ ചെയ്ത അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന നരകവും എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ഞാൻ ഈ അമാനത്ത് അഥവാ ഈ ദീന് അനുസരിച്ച് ജീവിക്കാം എന്നുള്ളതും അതിന് പ്രതിഫലം ലഭിക്കും എന്നുള്ളതും വാങ്ങുമെന്നുള്ള ഈ തക്കല്ലുഫിൻ്റെ ഈ ഒരു അമാനത്ത് ഞാൻ ആകാശങ്ങളെയും അതുപോലെ തന്നെ ഭൂമിയെയും പർവ്വതങ്ങളെയും അവർ സ്വീകരിക്കുമോ എന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഫഅബൈന അയ്യഹ്മിൽനഹ, അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. വഅഷ്ഫഖന മിൻഹ, അവർക്ക് ഭയമുണ്ടായി. അത് സാധിക്കില്ല എന്നുള്ള ഭയം കാരണത്താൽ അവരത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. വഹമലഹൽ ഇൻസാൻ, പക്ഷെ മനുഷ്യൻ ആ അമാനത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ പരലോകത്ത് പ്രതിഫലം വാങ്ങുമെന്നും അല്ലെങ്കിൽ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് ഇന്നതുണ്ടാവും എന്നുള്ള ഈ ഒരു കാര്യം, ഈ അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നഹു കാന ദലൂമൻ ജഹൂല, തീർച്ചയായും മനുഷ്യൻ വാലിമുൻ ജാഹിലുമാണ് എന്ന് അള്ളാഹു പറയാം. അപ്പൊ ഈ അമാനത്ത് ദീനാണ്. ആ ദീനിനെ എതിരാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന നഷ്ടപ്പെടുത്തുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ അമാനത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മുടെ ഒരു അയൽവാസി, അയാൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ അയാൾ വില പിടിച്ച കുറച്ച് സ്വത്തോ സ്വർണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. ഞാൻ വരുമ്പോൾ തിരിച്ചു തരണമെന്ന് നിലക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കുക. അപ്പോൾ ഒരു വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് ഒന്നും ഒരു കുഴപ്പവും വരുത്താതെ തിരിച്ച് അവർ വരുമ്പോൾ അത് തിരിച്ചേൽപ്പിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ ഈ ദീൻ അനുസരിക്കലാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലും വിരോധനങ്ങൾ ഒഴിവാക്കലും ഇതിനെ കൊണ്ടു നടക്കലുമാണ്. അപ്പം ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മിൽ വരിക എന്നുള്ളത് അതാണ് അള്ളാഹുവിനോടും റസൂലിനും കാണിക്കുന്ന ചതി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ദീനിൻ്റെ അടിസ്ഥാനമാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 29-ാമത്തെ ആയത്താണ്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യലാണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് അങ്ങനെ തഖ്വയുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ 4 കാര്യങ്ങളാണ് ഈ ആയത്തിൽ അതിൻ്റെ നേട്ടമായിട്ട് അള്ളാഹു തആല പറയുന്നത്. ഒന്നാമത്തേത് യജ്അൽ ലക്കും ഫുർഖാനൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഫുർഖാൻ. ആ ഫുർഖാനിനെ പറ്റി മുഫസ്സിരീങ്ങൾ ചിലർ അത് സഹായമാണ്, പ്രത്യേകമായിട്ടുള്ള സഹായമാണ് എന്നുള്ള നിലക്ക് പറഞ്ഞു. എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹക്കും ബാത്തിലും ഹലാലും ഹറാമും ഹിദായത്തും വലാലത്തും ഇതെല്ലാം വേർതിരിച്ച് അറിയാനുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു അറിവ് നിങ്ങൾക്ക് നൽകുന്നതാണ്. തഖ്വ എന്നുള്ളത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്. അതായത് നമുക്ക് ഇൽമ് വേണമെങ്കിൽ, ഫഹ്മ് വേണമെങ്കിൽ, ദീനിനെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ, അതിൽ വർധനമുണ്ടാവണമെങ്കിൽ എല്ലാം തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക.
ഒരാൾ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഈ തരത്തിലുള്ള തൗഫീഖ് ലഭിക്കും, നൽകും. തഖ്വ ഇല്ലാതെ ആകുന്നുവോ ഈ തൗഫീഖ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തേത് ഈ ഒരു ഫുർഖാൻ, ഒരു നേർമാർഗം മനസ്സിലാക്കാനുള്ള, ഹഖും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള ഒരു തൗഫീഖ് നൽകും. രണ്ടാമത്തേത് വയുകഫിർ അൻകും, നിങ്ങളുടെ പാപങ്ങൾക്ക് അതൊരു പ്രായശ്ചിത്തമായി തീരും. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും വരാത്ത, ഒരു പാപവും സംഭവിക്കാത്ത, എല്ലാ സമയത്തും അള്ളാഹുവിനെ അനുസരിക്കുന്നവർ മാത്രമാണ് മുത്തഖീങ്ങൾ എന്നുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ലോകത്തൊരു മുത്തഖി ഉണ്ടാവില്ല, ഇങ്ങനൊരു മുത്തഖി ഉണ്ടാവില്ല. കാരണം അബദ്ധം പറ്റാത്ത മനുഷ്യനുണ്ടാവില്ല, വീഴ്ച സംഭവിക്കാത്ത മനുഷ്യനുണ്ടാവില്ല, പാപം സംഭവിക്കാത്ത മനുഷ്യനുണ്ടാവില്ല. പക്ഷെ തഖ്വ തെളിയിക്കുന്ന എപ്പോഴാണ്? ഒന്ന്, അവൻ അറിഞ്ഞുകൊണ്ട് മുസിറായിക്കൊണ്ട് ആ പാപത്തിൽ തുടരില്ല, ആ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. രണ്ട്, വീഴ്ചകൾ പരിഹരിക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും അവന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു പാപത്തിലേക്ക് ചെന്ന് ചാടുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ അതൊക്കെ ഒഴിവാക്കി സൂക്ഷിക്കും. ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും സൽക്കർമ്മങ്ങൾ ചെയ്തും അതിന് പരിഹാരം ചെയ്യും. അങ്ങനെയുള്ളവനാണ് തഖ്വയുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോൾ തഖ്വ എന്നുള്ളത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. അതുപോലെ തന്നെ യുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും, നിങ്ങൾക്കത് പുറത്തു നൽകും. അത് മറച്ചു വെച്ച് അല്ലാഹു തആല അതിനെ മറച്ചു വെച്ച് നിങ്ങൾക്ക് ആ പുറത്തു നൽകുന്ന അവസ്ഥയുണ്ടാകും. യഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞു, മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു തആല മഹത്തായ ഔദാര്യം ചൊരിയുന്നവനാണ്. അഥവാ ഇതിന് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ്. തഖ്വയുടെ ഫദ്ലുകൾ അറിയിക്കുന്ന ധാരാളം ആയത്തുകൾ, ഹദീസുകളുമുണ്ട്, ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹിയുടെ ഒരു കിതാബ് തന്നെയുണ്ട് തഖ്വയുടെ ഫദ്ൽ അറിയിക്കുന്ന ആയത്തുകളെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഖൈറും നന്മയും വിജയവും എല്ലാം, അതിൻ്റെ അടിസ്ഥാനമെല്ലാം നിലനിൽക്കുന്നത് തഖ്വയുടെ മേലെയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദുനിയാവിലോ പരലോകത്തോ നമുക്കൊരു നന്മയും നേടാൻ സാധിക്കില്ല. പാപങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ തുടർന്നുകൊണ്ട് ആളുകളുടെ മുമ്പിൽ അത് മറച്ചുവെച്ച് ആളുകളുടെ മുമ്പിൽ മാന്യനായി ജീവിച്ചുകൊണ്ട് ഒരിക്കലും ദുനിയാവിലും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. എത്രത്തോളമാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അത്രത്തോളം അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖുകൾ നമുക്ക് ലഭിക്കും. ഈ സൂറത്തുൽ അൻഫാലിലെ ഒരു ആയത്ത് കൂടിയാണുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ തുടങ്ങുന്നത്. അതുകൂടി പറയാം. നേരത്തെ പറഞ്ഞ അതേ ആയത്തിന്റെ ആശയം. സൂറത്തുൽ അൻഫാലിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ, മുഅ്മിനീങ്ങളെ, നിങ്ങളൊരു യുദ്ധ സൈന്യത്തെ കണ്ടുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, യുദ്ധത്തിന് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, ഫസ്ബുതു, നിങ്ങൾ സബാത്തോടുകൂടി ഉറച്ചു നിൽക്കുക. അഥവാ നേരത്തെ പറഞ്ഞ പോലെ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഏത് സന്ദർഭത്തിൽ, യുദ്ധ സന്ദർഭത്തിലാവട്ടെ വ്യക്തി ജീവിതത്തിലാവട്ടെ ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളെയാണ് ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. ഒന്ന്, യുദ്ധസൈന്യം വന്നാൽ, യുദ്ധസന്ദർഭത്തിൽ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ ഫസ്ബുതു, അഥവാ സബാത്ത് എന്ന് പറഞ്ഞാൽ സ്വബറോടുകൂടി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. ഒന്ന്, സ്വബർ ഉണ്ടാകണം. 2, സബാത്ത് ഉണ്ടാകണം, ഉറച്ചു നിൽക്കണം. ഈ 2 കാര്യങ്ങളും. മൂന്നാമത് പറഞ്ഞു വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക. ഈ 3 കാര്യങ്ങളുണ്ടോ അത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇവിടെ ദിക്റിനെ പറ്റി പറയാനുള്ള കാരണം ഏത് സന്ദർഭത്തിലാവട്ടെ, ഇപ്പൊ സൂറത്ത് ജുമഅയിൽ ദിക്ർ തേടുന്ന കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കാൻ പറഞ്ഞു. ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ കാണാം. കാരണം ഏതൊരു ഞെരുക്കമുള്ള സന്ദർഭത്തിലും അതിനെ വിശാലമാക്കുന്നതും, ഏതൊരു ബുദ്ധിമുട്ടുള്ള കാര്യവും എളുപ്പമാകുന്നതും, എത്ര ഭാരമുള്ള കാര്യവും നിസ്സാരമാകുന്നതും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടാണ്. എത്രത്തോളം ഒരാൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നുവോ അത് അവന് ഈമാനികമായിട്ടും ഭൗതികമായ ശാരീരികമായിട്ടുമുള്ള ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവന്റെ കാര്യങ്ങൾ എളുപ്പമാകും. ഇപ്പൊ ഞെരുക്കമുള്ള സമയത്ത് ഒരാൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നത് അവൻ അതിൽ നിന്ന് തുറവി ലഭിക്കുന്ന, അതിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. ഇത് ഏത് സന്ദർഭത്തിലും മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും ഞെരുക്കമോ ബുദ്ധിമുട്ടുമോ ഭാരമോ കഷ്ടപ്പാടോ അങ്ങനെ എന്തൊരു പ്രശ്നം വരുമ്പോഴും അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക, അതുപോലെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക.
സബാത്ത് ഉണ്ടാവുക, ക്ഷമ ഉണ്ടാവുക, സബാത്ത് ഉണ്ടാവുക, അള്ളാഹുവിനെ ധാരാളം ഓർക്കുക എന്നുള്ളത് ആ സന്ദർഭത്തിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാനും അള്ളാഹുവിന് സഹായം ലഭിക്കാനും കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.